നമ്മുടെ ആ ഈശോയുടെ പിന്നാലെ നടക്കണവരാ. എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ള കാര്യം അറിയോ, നിങ്ങൾ സ്നേഹിക്കേണ്ടത് ആദ്യം നിങ്ങളെയാ. കഴിഞ്ഞ ദിവസം ഒരു നീയാന്ന് പറഞ്ഞൊരു പെൺകുട്ടി എന്നെ കാണാൻ വന്നു. കൗൺസിലിംഗ് ഇഷ്ടം പോലെയാണ് കേട്ടോ, ഇഷ്ടം പോലെ. എല്ലാം ബ്രേക്കപ്പാ. ഓ എൻ്റെ കർത്താവേ, ഞാൻ ബ്രേക്കപ്പ് കൊടുത്തപ്പോൾ ബ്രേക്കപ്പിൻ്റെ പുണ്യവാനാവും. മിക്കവാറും അതായിരിക്കും. മിക്കവാറും എന്നോട് എന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, അച്ഛനെ എപ്പോഴെവിടെയോ തേപ്പ് കിട്ടിയിട്ടുണ്ട്. സത്യ. കാരണം എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ ഈ തേപ്പേഴ്സുകളാ. എനിക്കറിയാൻ പാടില്ല, അതിലിപ്പോൾ മാസ്റ്റർ ബിരുദം ഉണ്ടെങ്കിൽ ഞാൻ അത് എടുക്കും വേണമെങ്കിൽ കേട്ടോ. അതുപോലെ തേപ്പാണ് എല്ലാവരും. തേപ്പ് എന്ന് തന്നെ പറയാൻ പാടില്ല, ഈ ബ്രേക്കപ്പാണ് എല്ലാവരും. കഴിഞ്ഞ ദിവസം നീയാന്ന് പറഞ്ഞ പെങ്കൊച്ചു വന്നേക്കാ, 10 വർഷം സ്നേഹിച്ചു, കൈ മുറിച്ച് സൂയിസൈഡ് ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് എൻ്റെ അപ്പനും അമ്മയും കൊണ്ടുവന്നേക്കാ. ഞാൻ ഒറ്റ ചോദ്യം അവളോട് ചോദിച്ചോളൂ, എടിയേ നിന്റെ ജീവിതത്തെക്കാളും പ്രാധാന്യം ഉണ്ടോ ചെറുക്കന്? അച്ഛന് പറയാം, ഞങ്ങളല്ലേ അനുഭവിക്കണേ, എൻ്റെ പൊന്നച്ഛ പറ്റണില്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചേക്കാ. അവൻ 8ാം ക്ലാസ്സിലാട്ടെ പഠിക്കണേ. എനിക്കതിന് അത്ഭുതമായി പോയേ. ആ പൊന്നുമോൻ എന്തെങ്കിലും ആവട്ടെ, ആ പൊന്നുമോൻ എന്നോട് 8ാം ക്ലാസ്സിൽ പഠിക്കണ ആ ചെറുക്കൻ എനിക്ക് മെസ്സേജ് അയച്ചേക്കാ, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞോ. അവൻ പറഞ്ഞെങ്ങനെയാ, അച്ഛാ എനിക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. ഞാൻ ഒന്നുകൂടി ചോദിച്ചു, നീ എത്രാം ക്ലാസ്സിലാടാ? 8ാം ക്ലാസ്സിൽ. ആ പോരട്ടെ. അപ്പം അവൻ പറയാം, അച്ഛാ ഇപ്പം ഞാനിപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് അവളോട് ഭയങ്കര ഇഷ്ടം അച്ഛാ. ഞാൻ ചോദിച്ചു, ഇപ്പം എന്താ ഇപ്പം ഞാൻ ചെയ്യണ്ടേ? അപ്പം പറഞ്ഞു, അച്ഛാ ഞാനിപ്പം മെസ്സേജ് അയക്കുമ്പോൾ അവളൊന്നും നോക്കണ പോലുമില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ അതിന് ഇപ്പം എന്നോട് ചോദിക്കുക, അവനോട് ചോദിച്ചൊരു ചോദ്യം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞവരോ അവളെ വളയ്ക്കാൻ വേണ്ടിയിട്ടെന്ന്. ഞാൻ ആ മുതല എന്താ ചെയ്യണ്ടേ? കിട്ടിക്കഴിഞ്ഞാൽ കൊടുത്തേനെ ഞാൻ. അതും കഴിഞ്ഞിട്ട് അവൻ ചോദിക്കും, ഞാൻ പറഞ്ഞു ഞാൻ മിണ്ടുള്ളട്ടോ, ഞാനിങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുക. അവൻ അത് കഴിഞ്ഞിട്ട് മിണ്ടാതിരിക്കുമ്പോൾ അച്ഛനോട് ചോദിക്കുക, പോയോ? അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ പോയിട്ടില്ല, ഞാൻ നിൽക്കുക ഇങ്ങനെ. ഞാൻ ഇങ്ങനെ കാണിച്ചു, എന്ന് കാണിച്ച് നിൽക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അച്ഛൻ എനിക്കൊരു വചനം കൂടി തരോ പറഞ്ഞ് പ്രാർത്ഥിക്കാനുണ്ട്. ഞാൻ എന്തുട്ട് അവനെ ചെയ്യണ്ടേ? അവൻ്റെ ബ്രോക്കറെ കണ്ടാ ഞാൻ ഒപ്പിച്ചു കൊടുക്കാനേ. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ കാലഘട്ടം മുഴുവൻ പ്രണയ. നല്ല കാര്യം, ഞാൻ തെറ്റൊന്നും പറയണില്ല. പക്ഷെ നിന്നെ മറന്നിട്ട് നീ സ്നേഹിക്കരുത് ഒരിക്കലും. നീ നിന്റെ ജീവിതത്തെ മറന്ന് ഒരിക്കലും സ്നേഹിക്കാൻ പോകരുത്. നീ ആദ്യം നിന്നെ സ്നേഹിക്ക്. തേനുള്ളിടത്താണ് ഇവിടെ ആര് വരണേ? തേനീച്ച വരുള്ളൂ. നീ പൊട്ടം കളിച്ച് നടന്നിട്ട് ഒരു ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും പിന്നാലെ നടന്നിട്ട് നിന്റെ ജീവിതത്തെ നശിപ്പിച്ചിട്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇല്ല. ഇന്നത്തെ പിള്ളേരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രണയം. മറക്കാൻ പറ്റുള്ള 8 വർഷമായി 10 വർഷമായി പറ്റണില്ല. ചോറുണ്ണാൻ പറ്റണില്ല, മുടിയിരണമെന്ന് പോലും തോന്നണില്ല. ചില പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ പൊന്നച്ച കണ്ണീന്ന് വെള്ളം വന്നു. ചില സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ അവനും അവളും ആയിട്ട് പോയ ഓർമ്മ. അയ്യേ, നാണാവില്ലേ? എനിക്കറിയാം, നാണില്ല എനിക്കറിയാം. അതാണല്ലോ ഇങ്ങനെയൊക്കെ നടക്കണേ. ഭക്ഷണം കഴിക്കണമെന്ന് പോലും ഇല്ല. ഇങ്ങനെ സ്വന്തം ജീവിതത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. നീ ആദ്യം നിന്നെ സ്നേഹിക്കാൻ പഠിക്ക്. ഇടയ്ക്കേക്ക് കണ്ണാടിന് മുമ്പിൽ പോയിട്ടതേ കൊള്ളാല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എപ്പോഴും പറയും, ചിലപ്പോൾ ചില സ്ഥലത്ത് പോയി പ്രസംഗം പറയും, പൊട്ടിപ്പൊളിഞ്ഞു പോകും. എന്നാലും പോയിട്ട് കണ്ണാടി മുമ്പ് പറയും, പോട്ടട ജീനു പോട്ടെ, അടുത്ത ആവശ്യമുണ്ടല്ലോ. എൻ്റെ ജീവിതത്തെ ഞാൻ പറയാലോ, ഞാൻ സെമിനാറിൽ പഠിക്കുമ്പോൾ ഒരു ലേഖനം വായിക്കാം. ഞാൻ വെച്ചാൽ ബൈബിള് വായിക്കാൻ പോലും കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. ആവറേജ് പഠിച്ചൊരു മനുഷ്യനാണ് ഞാൻ. ഇന്ന് എൻ്റെ സെമിനാറിൽ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഈ ചങ്ങനാശ്ശേരി രൂപതയിലൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. 35 പേരുണ്ടായിട്ട് അവരുടെ കൂട്ടുകാരന്മാരോട് ഒക്കെ ചോദിച്ചാൽ മതി. ഞാൻ ഏറ്റവും ബില്ലോ സ്റ്റുഡൻറ്റാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 കിട്ടി അങ്ങനെയാ. അങ്ങനെ ജയിച്ചൊരു ഞാനാ ഇപ്പോൾ. പക്ഷെ ഇന്ന് എൻ്റെ ബാച്ചുകാരിൽ ആരെയും ഒരു പ്രസംഗത്തിന് വിളിക്കണില്ല. ഈ പൊട്ടനായ എന്നെ വിളിക്കണം എല്ലാവരും. ഞാനും ചിന്തിച്ചത് എന്താ എല്ലാവർക്കും വട്ടാണെന്ന്. നിങ്ങളും വിളിച്ചിട്ടുണ്ട്. അപ്പൊ സത്യം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയ ഈ ലോകം നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങും. ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. എന്ന് വെച്ചാൽ എൻ്റെ തമ്പുരാൻ എൻ്റെ തന്നത് എനിക്ക് ഈ ജീവിതം.
എന്ത് വന്നാലും ഞാൻ കഷ്ടപ്പെടും, അധ്വാനിക്കും, എനിക്ക് പറ്റാവുന്നിടത്തോളം ഹാർഡ് വർക്ക് ചെയ്യും. ഞാനിപ്പോൾ എല്ലാ ദിവസവും ടോക്ക് ഇറക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ അച്ഛന് എവിടെ നിന്ന് ഇതിനും മാത്രം ടോപ്പിക്ക് അല്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, 1000 1500 ടോപ്പിക്കായി ഞാൻ പറയണു. എല്ലാ ദിവസവും പോയിട്ട് ഇങ്ങനെ ഈ മൊബൈൽ എടുക്കണേ കേട്ടാ, ഈ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ്ടേ? ഇതെല്ലാ ദിവസവും പറയണ്ടേ? മനുഷ്യനൊരു ഡെഡിക്കേഷൻ ഉണ്ട്. ചിലവന്മാർ വിളിക്കും തനിക്ക് വല്ല പണിക്കുമ്പോൾ കൂടറോ. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ നല്ല ഭാഷയിൽ തെറി എന്നെ തെറി, ഞാൻ ഒന്നും പറഞ്ഞില്ല, സ്തുതി. നിങ്ങൾ വിചാരിക്കണ്ട ഈ യൂട്യൂബിൽ കൂടെ ഞാൻ പറയുമ്പോൾ എല്ലാവരും കേട്ടിട്ട് കൊള്ളാം, അച്ഛൻ സൂപ്പറാ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് വന്നുണ്ട്. ഒരു ദിവസം ഒരു ചെറുക്കൻ എന്നെ വിളിച്ചിട്ട് പറയാ, തനിക്ക് വലിയ പണിക്കും പോക്കോളൂടാ, നല്ല തണ്ടം തടിയുണ്ടല്ലോടാ. എന്നോട് നമുക്ക് മിണ്ടാൻ പറ്റോ? എടാ ഭായി, നമുക്ക് മിണ്ടാൻ പറ്റുമോ? ഈ ടീമുകൾ ഇതുപോലെ കടന്ന് പറഞ്ഞിട്ട് നമുക്ക് മിണ്ടാൻ പറ്റുമോ? നമ്മൾ കേട്ട് കൈ കിട്ടിയ കൊടുക്കും ഞാൻ. അത്രയ്ക്ക് ദേഷ്യമുള്ള ടൈപ്പാണ് ഞാൻ. ഈ അച്ഛനായിപ്പോയി എന്ത് പറയാൻ പറ്റും? ഇവൻ പച്ചയ്ക്ക് തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. എടാ പൂ മോനെ, നിനക്കൊക്കെ വലിയ പണിക്കുമ്പോ അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേട്ടിട്ട് ഞാനിങ്ങനെ അവസാനം പറഞ്ഞു ഞാൻ മിണ്ടുള്ളല്ല. പുള്ളി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. പോയോ അച്ഛൻ വെച്ചാ? ഞാൻ പറഞ്ഞില്ല. പറഞ്ഞോ. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ എന്തും ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ പേടിച്ച് നിങ്ങൾ ഓടാൻ തുടങ്ങിയ ഓടി തീരും. പ്രശ്നങ്ങളുടെ നടുവിൽ ഇങ്ങനെ നിൽക്കാൻ പഠിക്കണം, ചങ്കൂറ്റത്തോടുകൂടെ. എന്ത് വന്നാലും ഞാൻ നോക്കിക്കൊള്ളടാ, ഞാനല്ലേ പറഞ്ഞത് ചിന്തിക്കാൻ പഠിക്കണം. അവിടെ വിജയിക്കുള്ളൂ, ഇല്ലെങ്കിൽ വിജയിക്കില്ല. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഓർത്തോ, ഈ മുഹമ്മദ് അലി എന്ന് പറഞ്ഞൊരു ബോക്സർ ഉണ്ട്, അറിയോ? മുഹമ്മദ് അലി ഒരു ബോക്സറാണ്, അത്ര അറിഞ്ഞാൽ മതി കേട്ടോ. ഒരു മുഹമ്മദ് അലി ബോക്സർ, പുള്ളിയുടെ ഫൈറ്റ് കാണണം നിങ്ങൾ കേട്ടോ. ഈ പുള്ളി റിങ് നിൽക്കുമ്പോൾ എപ്പോഴും കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. പുള്ളി എപ്പോഴും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ബോക്സിങ്ങിൽ എല്ലാവരും ചാടും. ഈ പുള്ളി ഇങ്ങനെ എപ്പോഴും ചാടിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്. എന്തെന്നറിയോ? ഐ ആം ദ കിങ് ഐ ക്യാൻ. പുള്ളി എപ്പോഴും പറയുന്നത് തന്നെയാ. ഇത് കോർട്ടിൽ ഇരുന്നിട്ട് എപ്പോഴും പറയും പുള്ളി, ഐ ആം ദ കിങ് ഐ ക്യാൻ. ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കും. ഇടിച്ച് പഞ്ചറായിട്ട് താഴെ വീണാലും പുള്ളി പറയും, ഐ ആം ദ കിങ് ഐ ക്യാൻ. നമ്മളാണെങ്കിലോ ഇടിച്ച് പഞ്ചറായിട്ട് കിടക്കുമ്പോ പറ്റണില്ല. പുള്ളി ആ ഐ ആം ദ കിങ് ഐ ക്യാൻ എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി ഈ ലോകം അറിയപ്പെടുന്ന ഒരു ബോക്സറായ. റൊണാൾഡോനെ എല്ലാവർക്കും അറിയാം അല്ലേ? അറിയോ? അറിയാം. മെസ്സിയാണോ റൊണാൾഡോ ആണോ എല്ലാവർക്കും ഇഷ്ടം? ഇവിടെ ഇവർ തല്ലു വയ്ക്കാം. മെസ്സിന് ഇഷ്ടമുള്ളൊരു കൈ വയ്ക്കേ. നിങ്ങളൊക്കെ ഏത് ഗണത്തിൽപ്പെട്ടതാ? ഈ ഗണത്തിൽപ്പെട്ടതാണോ? നല്ല കാര്യം കേട്ടോ. മെസ്സി റൊണാൾഡോനൊക്കെ ഇഷ്ടമുള്ളവര് അതിനകത്ത് ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ ഏതില്ല? രണ്ടും അറിയാത്ത ടീമുകളല്ലേ? കുഴപ്പമില്ല, ഓക്കെ. ഇവരെ കുറിച്ച് പറയുന്നതറിയോ? റൊണാൾഡോ എന്ന മനുഷ്യനോട് നല്ല ഫുട്ബോൾ കളിക്കാരൻ എനിക്ക് ഏറ്റവും ഇഷ്ടം മെസ്സിനെയാണ് കേട്ടോ. എനിക്കിഷ്ടം മെസ്സിനെയാണ്. കാരണം ഒരു സ്കില്ലുള്ള കളിക്കാരനാണ് പുള്ളി. ഈ മെസ്സി എന്ന് പറയുന്നത് ഇൻബോൺ നല്ല കളിക്കാരനാണ്. എന്നുവെച്ചാൽ സ്കില്ലുള്ള കളിക്കാരൻ. പുള്ളിയുടെ കളി കണ്ടറിയാം, അത്രയ്ക്ക് നന്നായിട്ട് പുള്ളി കളിക്കണം, വളരെ സുന്ദരമായിട്ട്. പക്ഷേ റൊണാൾഡോ അങ്ങനെയല്ല, ഒരു മിഷനാണ്. എന്ന് വെച്ചാൽ പുള്ളി ഹാർഡ് വർക്കിലൂടെ നേടിയെടുത്തൊരു സാധനമാണ്. രണ്ട് തലമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ റൊണാൾഡോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ റൊണാൾഡോനെ ഉണ്ടല്ലോ എപ്പോഴും വന്നിട്ട് എല്ലാവരും ചോദിക്കുക, ആര് ചോദിച്ചാലും അവരോട് ചോദിക്കുകയാണ് ഫുട്ബോളിലെ ഏറ്റവും നല്ല കളിക്കാരൻ ആരെന്ന് റൊണാൾഡോ ചോദിച്ചാൽ റൊണാൾഡോ ആര് പറയും? എന്നിട്ടാന്ന് റൊണാൾഡോ ആരെങ്കിലും ചോദിക്കുകയാണ് ഈ ഫുട്ബോളിലെ ഏറ്റവും നല്ല കളിക്കാരൻ ആരാ? റൊണാൾഡോ പേര് പറയുള്ളൂ. റൊണാൾഡോയുടെ പേര് പറയുള്ളൂ. അവന്റെ കണ്ടിയിൽ ഏറ്റവും നല്ല കളിക്കാരൻ അവനാ. ശരിയാ, അവൻ നോക്കിക്കഴിയുമ്പോൾ അതിനും മാത്രം ഹാർഡ് വർക്ക് അവൻ ചെയ്യുന്നുണ്ട്. അവന്റെ ജീവിതത്തോട് അവൻ നീതി പുലർത്തുന്നുണ്ട്, ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവൻ എപ്പോഴും പറയുന്നേ ഐ എം ദ ഏറ്റവും നല്ല ഫുട്ബോൾ കളിക്കാരൻ ഞാനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ, ഈ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റും.
യു സ്റ്റാൻഡപ്പ്. നല്ല വസ്ത്ര അല്ല നീയാണോ മോനെ എഴുന്നേറ്റ്? എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ട ഈ മൂന്നാമത് അല്ല മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുമെന്നാണോ? അല്ല അല്ല ഞാനിപ്പോൾ നമുക്കിപ്പോൾ മാറിപ്പോയി. അതുപോലെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മോൻ സുന്ദരനാ കേട്ടോ. ഓക്കെ, മോൻ്റെ പേരെന്നാ? ജോബ്സാ. ജോബ്സ് ഇങ്ങോട്ട് വരുമോ? ഞാൻ പേടിക്കണ കേട്ടോ. ജോബ്സിന് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് വിളിച്ചതാ. ജോബ്സ് ഇങ്ങോട്ട് വാ, ഞാൻ തൊട്ടോട്ടെ. ആ ജോബ്സാ, ജോബ്സിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി പറഞ്ഞേ. അങ്ങനെ പറയാതൊക്കെ ഒന്നുമില്ലേ? നീ ഒരു സുന്ദരനല്ലടാ അല്ലേ? പോയിക്കോട്ടെ. നീ പേടിക്കരുത്. നീ ഇവിടെ നിൽക്കുന്ന ആരും നിന്നെ പോലെ അല്ല. നീ പേടിക്കണ്ട. നിനക്ക് പറയാനുള്ളത് പറയാം. അവർ കളിയാക്കിയായിരിക്കും, ചിരിക്കായിരിക്കും, ചിലപ്പോൾ നിന്നെ വിളിച്ച് എടാ നാണല്ലാത്തവനെ എന്ന് പറഞ്ഞേക്കാം. പക്ഷെ നീയാ. ജോബ്സൺ പറ. ആടി എന്നെ കൊണ്ട് വീഴ്ത്തോ? ഓക്കെ, ജോബ്സനോട് നിൽക്കട്ടെ. ജോബ്സന്റെ ഏറ്റവും വലിയ 2 നെഗറ്റീവ് പറഞ്ഞേ. ഇത് തന്നെ ഒന്നും പറയാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ നെഗറ്റീവ്. നീ കൊള്ളാട്ടറാ. പഠിപ്പിച്ച ആശാന്റെ മൂക്കത്തന്നെ അടിച്ചു. നീ ബിരുദനാ. ജോബ്സാ കൊള്ളാം. രണ്ടാമത്തെ പറഞ്ഞേ. അത് തന്നെ. തൊട്ടോട്ടെ, പൊക്കോ, നീ പുണ്യവാനാവും. മുത്തങ്ങോട്ട് വന്നേ. നല്ല ചിരി, എനിക്കിഷ്ടമായി. പിന്നെ എന്തെങ്കിലും പറയോ? വാ, തൊട്ടോട്ടെ. ഞാൻ തൊടണേ, എന്നെ കുഴപ്പമൊന്നുമില്ല. അതെൻ്റെ ഒരു ഇതാണ്. നമ്മളിങ്ങനെ തൊടും, നമ്മൾ കൂട്ടുകാരല്ലേ. ഓക്കെ, മുത്തിൻ്റെ പേര് പറഞ്ഞേ. ആരോൺ. നല്ല പേര് കേട്ടോ. നല്ല ചിരി, എനിക്കിഷ്ടമായി. എടാ സത്യടാ. ഓക്കെ, ആരോണിൻ്റെ ഇഷ്ടപ്പെട്ട ആരോണിൽ തോന്നുന്ന 2 ക്വാളിറ്റി പറഞ്ഞേ. കുറച്ച് ഹാർഡ് വർക്കിംഗ് ആണ്. കുറച്ചേ ഉള്ളൂ. ഫുള്ളായിട്ട് കൊടുക്കട ചെയ്ത്. ഒന്നുമില്ലെന്നോ? എത്ര വയസ്സായി? 22 വയസ്സ് വരെ ജീവിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ തോന്നുന്ന 2 ക്വാളിറ്റി പറയാൻ പറ്റുള്ളേ. യു ക്യാൻ. ഇനി 2 നെഗറ്റീവ് പറഞ്ഞേ. പെട്ടെന്ന് സങ്കടം വരും. കൊള്ളാം, നല്ല കാര്യം. പെട്ടെന്ന് സങ്കടം വരും. ഇത്രയും നാളും കൊണ്ട് പഠിച്ച സാധനം. അത്രേ ഉള്ളൂ. ഉറപ്പ് 100%. കരയോ? ഞാൻ പേടിപ്പിക്കട്ടെ? വേണ്ടാന്ന്. ഓക്കെ, പൊക്കോ. എടാ നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കുറവുകളും നിങ്ങളുടെ പ്ലസ്സുകളും കണ്ടെത്തണം. അത് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയ ഈ ലോകത്ത് ഒരാൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്നെ കുറിച്ച് ഞാൻ പറയുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് അറിയോ? ഒരു നാണോ ഇല്ലാത്തവനാ. സത്യം. നിങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും എനിക്കൊരു നാണം ഉണ്ടാവില്ല. അതിങ്ങനെ ചങ്കൂറ്റത്തോടെ ഇങ്ങനെ നിൽക്കും. പറഞ്ഞോ പറഞ്ഞ എന്നെ കുറിച്ച് പൊക്കി പറഞ്ഞാലും ഇങ്ങനെ നിൽക്കും. ഒരു കാര്യമില്ല. കാരണം എനിക്കറിയാം അത്രയും മോളെ എനിക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഹിറ്റായി പോയി. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വയറുളച്ചനല്ല. അപ്പോ നിങ്ങൾ ഓർക്കണത് എങ്ങനെയോ ഹിറ്റായി പോയതാ. അത് എൻ്റെ ക്വാളിറ്റി ഒന്നല്ല, തമ്പ്രാന്റെ ക്വാളിറ്റിയാ. നമ്മുടെ ജീവിതത്തിലെ പ്ലസ്സുകളും മൈനസുകളും നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് അക്സെപ്റ്റ് ചെയ്താണ്ടല്ലോ വേറൊരാളെ കളിയാക്കിയാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ട് തോന്നിക്കോ? നിങ്ങൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു. എനിക്കതൊക്കെ ഉണ്ട്. ഇപ്പൊ ആരോ പറയാണ് ഞാൻ പെട്ടെന്ന് കരയുന്ന ആളാ. ഒരാൾ കളിയാക്കി പെട്ടെന്ന് കരഞ്ഞു. പോട്ടെ ഇത്രേ ഉള്ളൂ. നിന്റെ ജീവിതത്തെ നീ സ്നേഹിക്കണമെന്ന് പറഞ്ഞതാ. നിന്റെ പ്ലസ്സുകളും മൈനസുകളും നീ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പൊ നിന്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാവും. നീ വിജയിക്കാൻ തുടങ്ങും. അല്ലെങ്കിലല്ല തോറ്റു തുന്നം പാടിയേക്കും. ഒരാൾ വന്ന് കളിയാക്കുമ്പോഴേക്കും അയ്യോ ഇതൊക്കെ എത്ര കേട്ടാലും ഓട്ടറായി ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യമല്ലേ. എടാ നിനക്ക് വണ്ണം കൂടുതലാ,
ആയിക്കോട്ടെ, നീ കറുത്തല്ലേ, ആയിക്കോട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്രേ ഉള്ളൂ. ഈ കളിയാക്കണവർ ആരെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് 2 നേരത്തെ ഭക്ഷണത്തിന് തരണ്ട, പോട പുല്ലേന്ന് പറയാൻ പറ്റിക്കണം. പോടൊക്കെ ഇത്രേ ഉള്ളൂ. ലൈഫ് അങ്ങനെയാ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു, എത്രമാത്രം ചേർത്ത് പിടിക്കുന്നു, എത്രമാത്രം അതിനിങ്ങനെ നെഞ്ചോട് കൊണ്ടു നടക്കണു, അത്രമാത്രം നിങ്ങൾക്ക് ഫലങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിട്ടില്ല, തോറ്റുപോകും, തളർന്നു പോവും. നിന്റെ സങ്കടങ്ങൾ നിൻ്റെത് മാത്ര അല്ലേ? ആണോ? നിങ്ങൾ ആരെങ്കിലും കരയുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ഇപ്പൊ മോളെ നീ എഴുന്നേറ്റുന്നേ, കരഞ്ഞിട്ടുണ്ടോ? നല്ല കാര്യം കേട്ടോ, ഒത്തിരി ഉണ്ടാവട്ടെ. കരയുമ്പോ മോളെ മനസ്സിലാക്കാൻ ആർക്കെങ്കിലും പറ്റുന്ന മോൾക്ക് തോന്നുന്നുണ്ടോ? ചില ഫ്രണ്ട്സിന് ഡീറ്റെയിൽ ആയിട്ട് പൂർണ്ണമായിട്ട് PP2യോ maybe 2 എന്ന് പറഞ്ഞോ, ഞാൻ PP2 എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഐ തിങ്ക് സോ. ചിലപ്പോ ഉണ്ടാവട്ടെ. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാര്യം കേട്ടോ. നല്ല കാര്യം ഇരുന്നോ, അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനേ നമ്മുടെ എറണാകുളം സൈഡിൽ ഞാറയ്ക്കൽ എന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇങ്ങനെ യൂത്തിൻ്റെ സെമിനാർ വെച്ചേക്കാ. ഒരു 10-600 യൂത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. യൂത്തിൻ്റെ സെമിനാർ എടുക്കുമ്പോൾ നിങ്ങളെപ്പോലത്തെ പിള്ളേരല്ല കേട്ടോ, ഒക്കെ മുടിയൊക്കെ വളർത്തി, കൺപിരികത്തും ഒരു കമ്മൽ, കാതും ഒരു കങ്ങല്, പിന്നെ ഇവിടെ എവിടെയൊക്കെ കമ്മലുണ്ട്, മുടിയൊക്കെ വളർത്തി ഭയങ്കര. ഈ എറണാകുളം ഫോർട്ട് കൊച്ചി പിള്ളേരെന്ന് പറഞ്ഞാൽ അതുപോലത്തെ പിള്ളേരാ. അവരുടെ അടുത്ത് പോയി നിങ്ങൾ നിൽക്കണം കേട്ടോ. നിങ്ങളൊന്നും ഒന്നുമല്ല. നമ്മളൊക്കെ ഇങ്ങനെ നിന്ന ചൂളിയായിപ്പോവും, നമ്മളെക്കാളും നാണില്ലാത്ത ടൈപ്പുകൾ. ഇത് നിങ്ങൾ ധ്യാനം തുടങ്ങി, ധ്യാനമല്ല സെമിനാർ തുടങ്ങി. സെമിനാർ തുടങ്ങിയിട്ട് ഞാനൊരു 10 മിനിറ്റ് സംസാരിച്ചു, ഒരു അക്ഷരം പറയാൻ സമ്മതിക്കില്ല, വർത്താനം പറച്ചില്ല. കൊളോ. ഞാനാണെങ്കിൽ നോക്കണവേ, ഗ്യാസ് പോകുന്നല്ലാതെ ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുന്നതിനിടയിൽ ഇവന്മാർ തിരിഞ്ഞു നോക്കണില്ല. അവസാനം ആ കൂട്ടായ്മയിലെ ഏറ്റവും വികൃതിയായ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ മുടിയൊക്കെ വളർത്തി, അത്യാവശ്യം കയ്യൊന്നും ഇല്ല അവൻ്റെ, ഇത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ എന്നെ നന്നായിട്ട് ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് വന്നേക്കണം കേട്ടോ. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ വരണം ദൈവമേ, ക്യാമറയിലൂടെ അവിടെ ഉള്ളവരൊക്കെ കേൾക്കണ്ടാവോ? അവിടെ ചെന്നിട്ട് ഞാൻ തിരിച്ച പറയാറ്, അവരാണ് ബെസ്റ്റ് എന്നാ പറയാറ്. അതും പൊളിക്കുന്നു, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അവര് അങ്ങനെയൊക്കെ വന്ന്, ഈ ചെറുക്കനാണെങ്കിൽ കൈക്ക് വേണമെങ്കിൽ ഇതിട്ടിട്ടില്ല, കൈ ഇങ്ങടില്ല, ഇത്ര ഉള്ളൊരു ബനിയനിട്ടൊക്കെ വന്നിടേ. ഞാൻ അവനോട് എഴുന്നേപ്പിച്ചു തന്നു, നീ ഒന്ന് എഴുന്നേറ്റുന്നേ. അപ്പം അവൻ എന്നോട് കാണിച്ചു എഴുന്നേറ്റു. എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക. എഴുന്നേറ്റ് ഞാൻ എന്നോട് ചോദിച്ചു, അവനോട് ചോദിച്ചു, ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ അവനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എടാ നീ തന്നെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ചോദിച്ചു അവനോട്, നീ തന്നെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടോ? പിന്നെ പേര് മാർട്ടിൻ എന്നാ, ഞാൻ പേര് പറഞ്ഞതാ, മാർട്ടിൻ. എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക. അവൻ അപ്പോഴേക്കും അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എൻ്റെ അച്ചോ, അവന് തന്നെ ഇരുന്ന് കരയാൻ എന്താ പ്രശ്നം? ഇഷ്ടം പോലെ പൈസ, ഇഷ്ടം പോലെ വണ്ടി, ഇഷ്ടം പോലെ കാര്യങ്ങള്, 2 വണ്ടി ഉണ്ട് അച്ഛാ, ഇഷ്ടം പോലെ കാശ്, എന്തിനാ അച്ഛൻ കരയണേ? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കേ, ഞാൻ മാർട്ടിനോട് മാത്രമായിട്ടാ ചോദിക്കുന്നത്. എടാ മാർട്ടി, നീ തന്നെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടോ മോനെ? അവൻ എന്നോട് പറഞ്ഞ കാര്യം എന്നറിയോ? അച്ഛാ ഉവ്വ. ഞാൻ നോക്കി കഴിയുമ്പോൾ ഈ സെമിനാറിലുള്ള 10-600 പിള്ളേരിങ്ങനെ സൈലന്റ് ആയി. അവൻ കരഞ്ഞിട്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുക. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാടാ കരഞ്ഞേ? അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഇത്രേ ഉള്ളൂ. അവൻ എന്നോട് പറഞ്ഞ ഉത്തരം ഇങ്ങനെയാ, അച്ഛാ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല അച്ഛാ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. എനിക്കെല്ലാം ഉണ്ട്, പൈസയുണ്ട്, കാറുണ്ട്, വീടുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എന്നെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല. ഞാൻ പറഞ്ഞു, മാർട്ടിൻ ഇങ്ങോട്ട് വന്നേ. മാർട്ടിൻ എൻ്റെ അടുത്തിരുത്തി. ആ സെമിനാർ തീരണ വരെ എൻ്റെ കൂടെ ഇരുന്നു മാർട്ടിൻ. ഇത് കഴിഞ്ഞിട്ട് ആ മാർട്ടിൻ ഇന്ന് എൻ്റെ കൂടെ നടക്കുന്നൊരു ചെറുപ്പക്കാരനാ. ആരാന്ന് ഞാൻ പറയത്തില്ല, എന്നെ കാണാൻ വരും ഇടയ്ക്കിടയ്ക്ക്, എന്നോട് സംസാരിക്കവൻ. ഇപ്പം അവൻ നല്ലൊരു പയ്യനായിട്ട് കിടക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാ, നിങ്ങളെ സ്നേഹിക്കാൻ, പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേറൊരാൾക്ക് ഈ ലോകത്ത് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. പറ്റില്ല. ഒരു കാലഘട്ടത്തിൽ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും, കുറച്ചു നേരം സപ്പോർട്ട് ചെയ്യും, വളർത്തും, വലുതാക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ അവരുടെ തിരക്ക് വരുമ്പോൾ അവരങ്ങോട്ട് ഇട്ടേച്ചങ്ങോട്ട് പോകും. അതാ ലൈഫ്.
കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞൊരു കാര്യം അതാ, കയറി വരും, അടുത്ത വ്യക്തി കയറി വരും, കുറച്ച് നാൾ സപ്പോർട്ട് ചെയ്യും, പിന്നെയും ആ വ്യക്തി ഇറങ്ങിപ്പോവും. അത് കഴിയുമ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ആരും പോവില്ല, ഇനി ഒരാളായിട്ട് ഞാൻ സ്നേഹിക്കില്ല. കട്ടയ്ക്ക് തീരുമാനമൊക്കെ എടുത്തു. അടുത്തൊരു ചെറുക്കൻ വന്നിട്ട് അപ്പോഴേക്കും മനസ്സ് തുറന്നു, പോയി. പക്ഷെ ഞാൻ എന്താ പറയണമെന്നറിയോ, നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയാണ്ടല്ലോ ഈ ലോകത്ത് ഒരു ശക്തിക്ക് നിങ്ങളെ തകർക്കാൻ പറ്റില്ല. നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിയാണ്ടല്ലോ ഈ ലോകത്ത് ഒരാൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങളെ ചേർത്ത് പിടിച്ചാണ്ടല്ലോ ഈ ലോകത്ത് ഒരാൾക്കും നിങ്ങളെ നാമവിശേഷാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം, നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കുക. ഇടയ്ക്ക് സ്വന്തം കഴിവിൽ കൊള്ളാല. ഞാൻ തന്നെ ഇടയ്ക്ക് പറയാറുണ്ട്, ജിനു കൊള്ളാട്ടോ, എത്ര പേരാ 12 ലക്ഷം പേര് നിന്റെ വീഡിയോ കണ്ടു ജിനു, കർത്താവേ കണ്ടു ജിനു. എനിക്ക് അത്ഭുതമായിരുന്നു ആദ്യത്തെ വീഡിയോ. എൻ്റെ വേറൊരു വീഡിയോ ഭയങ്കര ഹിറ്റായിട്ടുണ്ട്, 2-3 വീഡിയോകൾ ഹിറ്റായിട്ടുണ്ട്. ആ ഹിറ്റായിട്ടുള്ള വീഡിയോകൾ കാണുമ്പോൾ എല്ലാവരും വിളിച്ച് അഭിനന്ദനം. അപ്പം ഞാൻ തന്നെ ചിന്തിച്ചു, ദൈവമേ പൊട്ടനായ നിനക്കും അഭിനന്ദനോ. നിന്നെ നീ തന്നെ അഭിനന്ദിക്കാൻ പഠിക്കണം, നിന്നെ നീ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം, നീ തന്നെ കൊണ്ടു നടക്കാൻ പഠിക്കണം. എന്നാൽ നിന്നെ സ്നേഹിക്കാൻ ആൾക്കാർ വരും. ഇന്ന് എന്നെ കാണാൻ ഒത്തിരിയേറെ പേര് വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ എന്നെ സ്നേഹിക്കണോണ്ടാ. നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾ കരയുമ്പോൾ ആ കരച്ചിൽ തുടച്ചു തരാൻ മറ്റൊരു കൈ വരുന്നു നിങ്ങൾ ചിന്തിക്കണ്ടോ? വരുവോ? വരില്ല. നിങ്ങൾ കരയുമ്പോൾ ഈ കൈ എന്നെ പോയി എന്ത് ചെയ്യണം? തുടയ്ക്കണം. നിങ്ങൾ കരഞ്ഞോണ്ടിരിക്കുമ്പോ വാടാ ബാ പോട്ടെ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവില്ല. നമ്മൾ എന്നെ പറയണം, പോട്ടെടാ വാ നമുക്ക് തന്നെ പോവാം. ചോറുണ്ണണമെന്ന് തോന്നൂല, അപ്പോഴും പറയണം, പോട്ടെടാ ചോറുണ്ണ്, വലുതാവണ്ടേ, പൊണ്ണത്തടി വെക്കണ്ടേ എന്ന് പറയണം. നിന്റെ ജീവിതത്തെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു, നിന്റെ ജീവിതത്തെ നീ എത്രമാത്രം കൊണ്ടു നടക്കുന്നു, അതുപോലെ നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നിന്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ ആരാന്നറിയോ? ആരാ പറ. ഞാൻ തന്നെയാ. എനിക്ക് ഇവിടുന്ന് ഭയങ്കര ഉപദേശമൊക്കെ തരാൻ പറ്റും. ഒരു ലൈഫിന്റെ സിറ്റുവേഷൻ വരിക, ആ സിറ്റുവേഷനിൽ ആരാ അത് കൈകാര്യം ചെയ്യണ്ടേ? ആരാ? നിങ്ങൾ തന്നെയാ. എൻ്റെ അടുത്ത് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഒരു കൊച്ചറക്കൻ പ്ലെയിൻ കയറി എന്നെ കാണാൻ വന്നേക്കാ. അവന്റെ കുഴപ്പം അവന് വന്നതിന് ഞാൻ പൊട്ടിക്കാൻ കൊടുക്കണ്ട്. ഡൽഹിയിൽ നിന്ന് വന്നേക്ക എന്നെ കാണാൻ. അവൻ എറണാകുളത്ത് വന്ന് വീടെടുത്ത് താമസിച്ചിട്ട് പിറ്റേ ദിവസം എന്നെ കാണാൻ വന്നേക്കാ. അവന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ 2 പെൺകുട്ടികളെ സ്നേഹിക്കുന്നുണ്ട്. അവൻ എന്നോട് പറയാ, അച്ഛൻ ഇതിൽ ഒരാളെ ചൂസ് ചെയ്ത് എനിക്ക് തരണം. എസ്ന്നോ? അവനൊക്കെ എന്താ ചെയ്യണ്ടേന്നറിയോ? അവൻ പറഞ്ഞ, അച്ഛാ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു, അവള് മറ്റൊരു ചെറുക്കനെ കണ്ടപ്പോൾ ഇറങ്ങിപ്പോയി, അവൾ ഇറങ്ങിപ്പോയി കണ്ടപ്പോൾ ഞാൻ വേറൊരുത്തിയെ സ്നേഹിച്ചു. ഇപ്പൊ അച്ഛാ മറ്റവൻ തേച്ചിട്ട് പോയി, അവൾ തിരിച്ചു വന്നേക്കാ, 2 പേരും നിൽക്കാ, 2 പേരും പറയണം അവരെ സ്നേഹിക്കണോ, ഞാൻ ആരെ സ്നേഹിക്കണം? ഉത്തരം ഞാൻ പറഞ്ഞത് പറയില്ല. അവൻ ഡൽഹിയിൽ നിന്ന് വരെ വന്നേക്കാ ഞാനൊരു പെണ്ണിനെ ചൂസ് ചെയ്ത് കൊടുക്കാൻ. എത്രയോ കേസ്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അറിയോ? നിങ്ങളുടെ സിറ്റുവേഷൻസും നിങ്ങളുടെ സാഹചര്യവും നിങ്ങൾക്ക് അറിയോളൂ. അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. മറ്റൊരാൾക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ചെയ്യ്. പക്ഷെ നിനക്ക് നീ തന്നെ തോന്നണം ചെയ്യണമെന്ന്. അപ്പോഴാ ചെയ്യാൻ പറ്റുള്ളൂ. നിനക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് നീ തന്നെ ചിന്തിക്കണം. മുത്തെഴുന്നേറ്റുന്നേ. മുത്തിന് എന്തായിത്തീരാൻ ആഗ്രഹം? എന്നിട്ട് പഠിപ്പിക്കാൻ ഇഷ്ടം. അത് തൊട്ട് ആയിത്തീരലാണോ? ടീച്ചറാവാനാ? ഉറപ്പാണോ? ആയിരിക്കോ? ആവോ? ഏത് ടീച്ചർ? എന്തെങ്കിലും ടീച്ചറോ? എന്ത് ടീച്ചർ? അല്ല അങ്ങനെയല്ലേ. പിന്നെ ആവാലോന്നോ? എന്ത് ടീച്ചറോ? എന്ത് ടീച്ചർ? എന്തെങ്കിലുമൊക്കെ ആവാന്നോ? ഏത് ടീച്ചർ? കൊച്ചിന് വേണ്ട, കൊച്ചി പേടിച്ചപ്പോ തീരും. മോൾ എഴുന്നേറ്റുന്നേ. കൊച്ചിനെന്തായി തീരാൻ ആഗ്രഹം? എന്തെന്ന്? ഡയാലിസിസ് ടെക്നീഷ്യൻ ആണോ? പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചെഴുന്നേറ്റുന്നേ. കൊച്ചിനെന്തായി തീരാൻ ആഗ്രഹം? അത്ലറ്റോ? ഏത് സ്പോർട്സില്? കോട്ടത്തിലോ? ഓട്ടത്തില്.
നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്കൊരു തീരുമാനവും നിങ്ങളെക്കുറിച്ചൊരു കൺവിക്ഷനും ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ആയിത്തീരില്ല. ഉറപ്പിച്ചോ? ചിലരോട് ചോദിച്ചാൽ പറയും ആ നീ എന്തിനാ പഠിക്കണേ, ആ. ചിലരോട് ചോദിച്ചാൽ പറയും നീ എന്തിനാ ജീവിക്കണേ, പെണ്ണ് കിട്ടാൻ. ചിലർക്ക് അത്രേ ഉള്ളൂ, പെണ്ണ് കിട്ടിയ കഴിഞ്ഞാൽ തീർന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പരിശ്രമിക്കേണ്ട മക്കളെ, നിങ്ങൾ ഈ ലോകം കാത്തിരിപ്പുണ്ട്, നിങ്ങളെ തേടി വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളെ മാത്രം സ്നേഹിച്ചാൽ പോരാ, ആരസയുടെ കൂടെ ഉള്ളവരെയും സ്നേഹിക്കാൻ പഠിക്കണം. ഈശോ പറഞ്ഞു വെച്ച കാര്യം എന്താണ്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നിന്റെ കൂടെ ഉള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം. അവിടെയാണ് ഈ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഒത്തിരിയേറെ സഹായിക്കുന്നത്. നിന്റെ അപ്പനെ സ്നേഹിക്കാൻ പഠിക്കണം, നിന്റെ അമ്മേനെ സ്നേഹിക്കാൻ പഠിക്കണം, നിന്റെ കൂട്ടുകാരെ സ്നേഹിക്കാൻ പഠിക്കണം. അവിടെയാണ് നിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വിജയങ്ങൾ ഉണ്ടാകുക. നിങ്ങളിപ്പോ മാത്രം കൈയടിച്ചേ, നിങ്ങളെല്ലാവരും കൈയടിച്ചേ. പൊന്നു മുതൽ ചോറല്ലേ ഇഞ്ഞ് ചെല്ലുമ്പോൾ ഓക്കെ. എൻ്റെ അപ്പൻ എന്നെ ഇഷ്ടമല്ലായിരുന്നു, 10ാം ക്ലാസ്. പുള്ളി മിണ്ടില്ല, പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാ. എൻ്റെ അപ്പൻ നടക്കുന്നത് ഇങ്ങനെ, എന്തെങ്കിലും ചോദിച്ചാൽ പറയും അപ്പ. ഫോൺ വിളിക്കും എല്ലാ ദിവസവും. ഇപ്പൊ കുറച്ചൊക്കെ മാറി കേട്ടോ. പണ്ടൊക്കെ ഫോൺ വിളിച്ചാൽ ചോദിക്കും അപ്പ സുഖാണോ, അപ്പൊ എന്തുണ്ട് വിശേഷം, ഒന്നുമില്ല. വേറെന്തെങ്കിലും ഉണ്ടോ, ഒന്നുമില്ല അമ്മ. പിന്നെ അപ്പ എന്താ, പിന്നെ ഒന്നുമില്ല. ഓ മുതല് തീർന്നു. ഞാൻ പറയും അന്ന് അമ്മയ്ക്ക് കൊടുക്ക, അമ്മ ഇവിടെ പണിയെടുക്ക, പിന്നെ വിളിക്കേ, ഓക്കെ. എന്നാ അമ്മയോടെങ്ങാനും സംസാരിക്കണം. കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറയാ എടാ അവിടെ മഴ പെയ്യുണ്ടോന്ന്, ഇവിടെ മഴ പെയ്യുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ടും ചോദിക്കുക എടാ കിച്ചുപൂച്ച പ്രസവിച്ചു. ഞാൻ വെച്ചപ്പോൾ ഞാൻ ചെയ്യാൻ അമ്മേ, ഞാനല്ല അതിൻ്റെ ഉത്തരവാദി. നമ്മുടെ അമ്മ അങ്ങനെയാണ്. ഒരു മിണ്ടാൻ തുടങ്ങിയ ലെവലാവശ്യം കുറവില്ല. ഞാനൊക്കെ ഓർക്കും, ഞങ്ങൾ സെമിനാറിൽ നിന്ന് വെക്കേഷന് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയും പെങ്ങളിങ്ങനെ കാത്തിരിക്കും. രണ്ടുപേരും ഇങ്ങനെ കൈക്ക് പിടിച്ചോണ്ടോ, രണ്ടുപേരും കൈക്ക് പിടിച്ചിരുന്ന് നമ്മളൊരു കസേരയിൽ ഇരുത്തിയിട്ട് രണ്ടുപേരും ഇവിടുന്ന് ചോദ്യമാണ്. നമ്മളിങ്ങനെ ഭ്രാന്ത് പിടിക്കും. അപ്പം നമ്മുടെ തന്തപ്പടി, നമ്മുടെ അപ്പൻ, തന്തെന്ന് വിളിക്കുന്ന എൻ്റെ അപ്പനെ സ്നേഹം കൊണ്ടാട്ടോ. അപ്പം നമ്മുടെ തന്തപ്പടി അവിടെ പത്രം വായിച്ചിരിപ്പുണ്ടാവും. പുള്ളിയൊക്കെ കാലം കയറ്റി വെച്ച പത്രം വായിക്കുന്നുണ്ടാവും. നമ്മൾ വന്നു എന്ന് പോലും 6-7 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുന്ന വെക്കേഷന് ഈ ടീം അവിടെ ഇരിപ്പുണ്ടാവും. നമ്മൾ ഈ വർത്താനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണത് ഈ അപ്പൻ്റെ ഭാഗത്തേക്ക്. പുള്ളിക്ക് ലെവലാവശ്യം പത്രം പോലും പുള്ളി മാറ്റിയില്ല, പുള്ളി ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ ഓർക്കണം, അവസാനം അമ്മയോട് പറയും അമ്മേ ഇന്നത്തേക്ക് മതി, നാളെ പറയാം ബാക്കിയുള്ളത്. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അപ്പൻ്റെ അടുത്ത പേപ്പർ മാറ്റിയിട്ട് ഞാൻ ചെല്ലിങ്ങനെ അപ്പ ഞാൻ വന്നു. ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ ചോദിക്കണേ, നീ എപ്പോഴാ പോണേ? ഈ മുതൽ അങ്ങനെയാണ് എൻ്റെ അപ്പൻ. പക്ഷേ ഞാൻ പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുന്നറിയോ, അപ്പൻ അങ്ങനെയായിരുന്നു ഞങ്ങളോട്. നമ്മുടെ അപ്പന്മാരൊക്കെ അങ്ങനെയാ, സ്നേഹിക്കാൻ അറിയാൻ പാടില്ല. ചില നേരങ്ങളിൽ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് തന്നെ തോന്നും 2 പൊട്ടിച്ചിങ്ങി. എൻ്റെ അമ്മയോട് തന്നെ എനിക്ക് എന്തോരം തോന്നിയിട്ടുണ്ടെന്ന് അറിയോ, എത്രയോ പ്രാവശ്യം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഹിന്ദി പരീക്ഷയ്ക്ക് 18 മാർക്കുള്ളൂ. അപ്പുറത്ത് ലിൻഡുവിന് അവൾക്ക് 32 മാർക്കുണ്ട്. അപ്പം നമ്മുടെ ചില ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നമുക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ അവർ വീട്ടിൽ വന്ന് പറഞ്ഞു കൊടുക്കും. എൻ്റെ ഈ ലിൻഡു അങ്ങനെയായിരുന്നു. ലിൻഡു നേരത്തെ സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്തു, ആനി ചേച്ചിയെ, എൻ്റെ അമ്മ, ആനി ചേച്ചിയെ ജിനുവിന് പേപ്പർ ഇട്ട് ഹിന്ദി എനിക്ക്. അപ്പം ആനി ചേച്ചി ചോദിച്ചു, എൻ്റെ അമ്മ ചോദിച്ചു, എടീ നിനക്ക് എത്രയുണ്ട്? എനിക്ക് 32 ഉണ്ട്. ജിനുവിന് 18 ഉള്ളൂ. ക്ലാസ്സിലെ ഏറ്റവും തോൽവിയ. എൻ്റെ പൊന്നടവേ, ഞാൻ നോക്കുമ്പോൾ ഇതുവരെ എൻ്റെ അമ്മ അങ്ങനെ നിൽക്കണം കണ്ടിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മതിൽക്കയിൽ എൻ്റെ അമ്മ 2 കൈ കുത്തി പിടിച്ച് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം ഞാനാണെങ്കിൽ എന്തോരം നടന്നിട്ട് വീട്ടിൽ ചെലണില്ല. അപ്പം എൻ്റെ അമ്മ മതിൽക്കൽ നിന്നിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ലിൻഡു അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്, ഞാൻ കൊടുത്തണ്ട് കിട്ടുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു രംഗമാണ് നിങ്ങൾ കാണണ്ടേ. ഈ മതിൽക്കൽ നിൽക്കണ അമ്മ വീടിൻ്റെ വാതിൽക്കൽ എത്തിയപ്പോഴേക്കും ഈ കൈക്കങ്ങോട്ട് പിടിച്ചിട്ട് വീണ്ടും അകത്തൊരു മുറിയിൽ ഈ കസേരയിൽ കൊണ്ടുവന്നിരുത്തി. പിന്നെ അങ്ങോട്ട് തുടങ്ങി, നിന്നെ അവളെ ഒരു സ്കൂളിലല്ലട വിടണേ, അവളെ നീ ഒന്നിച്ചല്ലട പഠിക്കണേ, നിനക്കും ട്യൂഷനുണ്ട് അവൾക്കും ട്യൂഷനുണ്ട്. എന്നിട്ട് ലിൻഡുവിന് 32 മാർക്ക്, നിനക്ക് 18 മാർക്കല്ലടോ. ലിൻഡുവിന് കുറഞ്ഞു പോയിട്ടിരിക്കുക, അവളുടെ കയറുമ്പോൾ കയറിക്കൊണ്ടിരിക്കുക. ഊട്ടുക്കത്തെ പറച്ചില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മ ഈ ഭദ്രകാളി തുള്ളണ പോലെ കിടന്ന് എൻ്റെ കിടന്ന് തുള്ളുക. ഞാനാണെങ്കിൽ ഈ പേപ്പറും പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ഈ നമ്മുടെ അമ്മമാരുടെ ഒരു സ്വഭാവം ഉണ്ട്. എന്തുകൊണ്ട് സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറേ വഴുക്കറിയും. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പം വരുമ്പോൾ പറഞ്ഞു കൊടുക്കും,
പറഞ്ഞു കൊടുത്തിട്ട് അപ്പനെ കൊണ്ട് തല്ലിപ്പിക്കും. എന്നിട്ട് തല്ലി കഴിഞ്ഞ് നമ്മൾ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അമ്മ വന്നിട്ട് പറയും പോട്ടടാ. അപ്പോൾ മുഴുവൻ ഏഷ്യന് വെച്ചു കൊടുത്ത ഈ സാധന. അപ്പോൾ എന്നിട്ട് എൻ്റെ അമ്മ വന്നിട്ട് എന്നോട് പറയുന്നുണ്ട്, അപ്പം മറ്റേ നിനക്ക് തരാടാ നിൻ്റെ പൂങ്കണ്ണീര്. നിങ്ങളോട് പറയാറുണ്ടാ? എന്നോട് നിൻ്റെ പൂങ്കണ്ണീര് ഇപ്പം തീർത്ത് തരാം. വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും അപ്പം കൂലിപ്പണി കഴിഞ്ഞ് സൈക്കിളൊക്കെ ചവിട്ടി വരാം. വന്നു കഴിയുമ്പോൾ അമ്മ അങ്ങോട്ട് ചെന്നേക്കാ, വന്നോളും ഇങ്ങോട്ട്, എന്നാലും ചെന്നേക്കാ അങ്ങോട്ട് ചെന്നിട്ട് വന്നേക്കണം മോൻ. ലിൻഡുവിന് 32 ഉണ്ട്, അതാണ് ഇപ്പം പ്രശ്നം. മോന് 18 ഉള്ളൂ. അപ്പം അപ്പം പറയും ഒന്ന് മാറേടി പോട്ടെ. അപ്പൻ ചില പോണ വഴിക്കൊക്കെ ഞാനിങ്ങനെ ഇരിക്കില്ല. കാരണം ഉണ്ടെന്നറിയോ, എൻ്റെ വീട്ടിൽ 2 അടിയാ. അപ്പൻ്റെ അടിയെന്ന് പറഞ്ഞാൽ എന്നിട്ട് അഗ്നിപർവ്വതം പൊട്ടണ പോലെയാ. കിട്ടിക്കഴിഞ്ഞ പൊട്ടിയതാ കിട്ടിക്കഴിഞ്ഞ കിട്ടിയതാ. അമ്മയുടെ അങ്ങനെയല്ല, ചാറ്റൽ മഴ പോലെയാ. അടിച്ചോ എന്ന രീതിയിലാണ് നമ്മൾ നിൽക്കണേ. അപ്പം അമ്മ അടിച്ച കുഴപ്പമില്ല, പക്ഷെ അപ്പൻ അടിച്ച പ്രശ്നമാണ്. അപ്പം നമ്മളിങ്ങനെ പേപ്പറും പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുക. അപ്പനിങ്ങനെ നോക്കി പോയി. മനുഷ്യ ചോദിക്കും മനുഷ്യ. പിന്നെ അമ്മ പിടിച്ചോണ്ട് വന്നേക്കാം അപ്പനെ. ആ സമയത്തൊക്കെ എൻ്റെ അമ്മേനെ കെട്ടി 2 കൊടുക്കണമെന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്, സത്യം. അപ്പോൾ അമ്മ എന്നെ കൊണ്ടു നിർത്തുന്ന സമയത്ത് അപ്പൻ വന്നിങ്ങനെ നോക്കി. ഞാൻ ഇന്നും ഓർക്കും അതൊക്കെ. അപ്പൻ പേപ്പർ വാങ്ങിച്ചു, 18 മാർക്കുള്ളൂ. അപ്പം എൻ്റെ 2 കണ്ണീന്ന് 2 തുള്ളി കണ്ണുനീര് പേപ്പറിൽ വീണിട്ടുണ്ട്. അപ്പം അമ്മ ചോദിക്കണ്ടേ, അവൻ്റെ പൂങ്കണ്ണീര് കണ്ടില്ലേ മനുഷ്യ ചോദിക്കി. അപ്പനെ ഏട്ടാ മനുഷ്യാന്ന് വിളിക്കണേ, ചോദിക്കി. അപ്പം അപ്പനിങ്ങനെ നിന്നിട്ട് എന്നോട് പറഞ്ഞ ആദ്യത്തെ ഡയലോഗ് ഞാൻ ഇന്നും ഓർക്കും. അപ്പം എന്നെ ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കണം, എൻ്റെ പുറത്തിട്ട് ഇങ്ങനെ ഒറ്റ തട്ടാ. ആ തട്ടിന് നല്ല വേദനയുണ്ട്. ഒറ്റ തട്ടിയിട്ട് ആദ്യം പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാ, ഡാ ആണുങ്ങള് കരയാൻ പാടില്ല. എൻ്റെ അപ്പനോട് പറഞ്ഞ ആദ്യത്തെ ഡയലോഗ് ആണുങ്ങൾ കരയാൻ പാടില്ല. കണ്ണീരോടച്ചു. അപ്പം അമ്മ ഇങ്ങനെ നോക്കി കാട്ടാ, എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അമ്മ വടി വരെ കൊണ്ടു കൊടുത്തേക്കാ. തല്ല്. അപ്പം എൻ്റെ അപ്പ ഇങ്ങനെ ആണുങ്ങൾ കരയാൻ പാടില്ല ഇങ്ങനെ നിൽക്കുക. അപ്പം അമ്മേന് പിന്നെ ഒന്നും പെണ്ണുള്ള അപ്പൻ. അപ്പം അമ്മ ചോദിക്കുക, ആ സമയത്ത് കിട്ടി അപ്പം കൊടുത്തേരാ ഞാൻ എൻ്റെ അമ്മയ്ക്ക്. പക്ഷെ അപ്പൻ അമ്മയുടെ മുഖത്തേക്ക് പറഞ്ഞ ഡയലോഗ് ഒന്നും അറിയോ, എൻ്റെ മോൻ പഠിച്ചോളും, ഇത്രേ ഉള്ളൂ. ഇതായിരുന്നു എൻ്റെ അപ്പൻ. മിണ്ടില്ല, പക്ഷെ ആവോളം സ്നേഹം ഉള്ളിലുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ അപ്പന്മാരങ്ങനെയാ, നമ്മുടെയൊക്കെ അമ്മമാരങ്ങനെയാ. ഞാൻ ഇന്നും ഓർക്കും, ഒരു അച്ഛന്മാരിങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക. അച്ഛന്മാർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടയിൽ എൻ്റെ അമ്മ വന്നിട്ട് ഇപ്പോൾ നിങ്ങടെ വന്നിടാ മോളും വന്നിക്ക് അവിടെ നിന്നോ, ഞാനിതാന്ന് ചിന്തിക്കുക, നീ എന്നെ കൈ പിടിക്കണ്ട. ഞാനിങ്ങനെ ഇപ്പം ഇത് ഞാൻ നിൻ്റെ അമ്മയാന്ന് ചിന്തിക്കുക. ഞാൻ എൻ്റെ അമ്മയാട്ടോ ശരിക്കും എന്നെ. ഇപ്പം ഞാനിങ്ങനെ നമ്മളെല്ലാ അച്ഛന്മാരും ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മ മാത്രം വന്നിട്ട് ചിരിക്കണ. എൻ്റെ അമ്മ മാത്രം വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാനാണെങ്കിൽ മാറിക്കമ്മേ മാറിക്ക്. ഞാനാണെങ്കിൽ അമ്മയോട് പറയണ്ട്, അമ്മേ മാറിക്ക്. എല്ലാ അച്ഛന്മാരും നിൽക്കും, നാണക്കേട്, അമ്മ മാറിക്ക്. ഈ അമ്മ ഇങ്ങനെ നിൽക്കണമെന്ന് ഓർക്കണോട്ടെ, പക്ഷെ ഫുള്ളില്ല, പാതി ഇങ്ങനെ. ഇപ്പൊ എൻ്റെ അമ്മ മാത്രം വന്നിക്ക. അപ്പൊ ഞാൻ ഇതിനോട് ഇത് കേൾക്കണില്ല. അവസാനം എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാനിപ്പോൾ ഈ സ്ഥാനത്തേക്ക് മാറി. ഇവൻ എൻ്റെ അമ്മ. ഓ കർത്താവേ. അപ്പോൾ ഇവനെ ഇങ്ങനെ എൻ്റെ അമ്മേനെ ഇങ്ങനെ നിൽക്കണ എൻ്റെ അമ്മേനെ എനിക്കങ്ങനെ മാറിക്കമ്മ ഇവനിങ്ങനെ നിൽക്കുക. ഞാൻ ഇങ്ങനെ അമ്മ ഇങ്ങനെ നിൽക്കുക. ഞാൻ അവസാനം അമ്മയുടെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവിടെ നിൽക്കലേന്ന്. അവിടെ അക്കച്ചമാരൊക്കെ അമ്മച്ചോടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവിടെ നിൽക്കലേന്ന്. അമ്മയുടെ എത്ര പ്രാവശ്യം പറഞ്ഞു അവിടെ എല്ലാ അച്ഛന്മാരും നിൽക്കണം. എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് അവിടെ മാറിയതേ എല്ലാ അമ്മമാരും അപ്പന്മാരും അവിടെ നിൽക്കലാണ്. എന്തിനാ അവിടെ പോയിക്കളെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ അമ്മ ഇതൊക്കെ കേട്ടുന്നു. എൻ്റെ അമ്മ എന്നിട്ട് കേട്ടുന്നിട്ട് പറയുന്ന കാര്യം എന്നറിയോ, എന്നോട് ഇപ്പോൾ നീ നിൽക്ക്. എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഇപ്പം എന്നിട്ട് മോനെ ജിനു ഡാ നിൻ്റെ ഈ ലോഹയുടെ സൈഡിൽ ഒരു ചെളിയുണ്ടാ. ആ ചെളി ഉണ്ടെങ്കിൽ എല്ലാവരും കാണൂടാ ഫോട്ടോ എടുക്കുമ്പോൾ. അത് കാണാതിരിക്കാൻ വേണ്ടി അമ്മ നിന്നതാ. അമ്മേനെ പോലെ അമ്മയുള്ളൂ. അമ്മേനെ പോലെ വേറെ ആരെയും ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാനന്ന് കരഞ്ഞു. സത്യമല്ലേ?
വേറെ ആരും അറിയിക്കാണ്ട് എൻ്റെ അമ്മ വന്നിങ്ങനെ നിൽക്കുക, ചെളി പോലും അറിയിക്കാതെ. എൻ്റെ മോൻ ചെളിയിൽ നിൽക്കരുത്. താങ്ക് യു. അമ്മയ്ക്ക് തുല്യ അമ്മയാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ലോകത്ത് നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും അല്ലേ? ഇച്ചിരി അധ്വാനം കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം മരിച്ചുപോയി വേറൊരു അപ്പനെ കിട്ടോ? അമ്മ മരിച്ചുപോയി വേറൊരു അമ്മേനെ കിട്ടോ? കിട്ടില്ല. അവർക്ക് തുല്യം അവരേ ഉള്ളൂ. നിങ്ങൾ എന്നെ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, സുന്ദരനല്ലേ? അല്ലേ? അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സുന്ദരനൊക്കെ തന്നെ. ഞാൻ സുന്ദരനല്ലേടി? ആ മതി, അത്രയും മതി, അത്രയും മതി. എനിക്കൊരു കോൺഫിഡൻസ് ആയി. ആഹാ, എനിക്ക് ആകെ ഒരു സങ്കടം മുടിയില്ലാന്നോർത്ത സങ്കടമുള്ളൂ. അതെനിക്കൊരു സങ്കടമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. എന്നാലും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്തെങ്കിലും ആവട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ആടിന് താടി കൊടുത്തവനെ, ആലിന് അടിയോളം വേര് നൽകിയവനെ അടിയനോട് ഈ ചതി ചെയ്തല്ലോ. പ്രാർത്ഥന മനസ്സിലായോ? മുടി പോണവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥനയാണ്. എന്താണ്? ആടിന് താടി കൊടുത്തവനെ, ആലിന് അടിയോളം വേര് നൽകിയവനെ, അടിയനോട് ഈ ചതി ചെയ്തല്ലോ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ മുടി പോണവർ കേട്ടോ. മുടി വരുന്നുണ്ടാവില്ല, നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളെന്നെ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ മുഖത്തിന് മാത്രമാണ് ഒരു ഓപ്പറേഷൻ കഴിയാത്തുള്ളൂ. എൻ്റെ തലയിൽ ഒരു സ്റ്റിച്ചിട്ടുണ്ട്, ഒരു 16 സ്റ്റിച്ചിട്ടുണ്ട്. ഇങ്ങനെ വട്ടം കീറി കയ്യിലിരിപ്പിൻ്റെയാ. വട്ടം ഇങ്ങനെ ഒരു വെട്ടുണ്ട് ഇവിടെ തലയിൽ ഇങ്ങനെ. അതൊരു ആക്സിഡൻറ്റ് ഉണ്ടായതാ. അത് കഴിഞ്ഞ് വരുമ്പോൾ മുഖത്തിന് മാത്രം ഒരു കുഴപ്പം നിന്നിട്ടില്ല. അല്ലേ? കൊള്ളാമല്ലേ? അല്ലേ? നിങ്ങൾ എന്നിട്ട് മനുഷ്യടൊന്ന് പ്രോത്സാഹിപ്പിക്കണവേ. ഓക്കെ, ഇതാ ഇനി ഇത് പിടിച്ചടാ. അത് കഴിഞ്ഞ് ഈ 2 കൈയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളാ ഒരു കാര്യം കാണിച്ചത്. ഈ കൈ ഉണ്ടല്ലോ ഇങ്ങനെ പോകും കേട്ടാ. ഇതുപോലെ തിരിച്ചു വരും. നിങ്ങളുടെ ആരെങ്കിലും പോവോ? ചെയ്യണ്ട, ഒടിച്ച് മറക്കണ്ട. അപ്പം അതുകൊണ്ട് ഇത് വീട്ടിൽ പോയി ചെയ്ത് പഠിക്കണ്ട. ഇതൊരു എക്സസൈസ് അല്ല, മാജിക് ഒന്നല്ല. കൈ ഓപ്പറേഷൻ ചെയ്തതാ, അതുകൊണ്ട് പോയതാ. അപ്പം ഈ 2 കൈയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളെ ഞാൻ ഈ വയറ്റത്തൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 12 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വട്ടം കയറി. ആരും വരണ്ട, കാണിച്ചു തരില്ല. അത് കഴിഞ്ഞിട്ട് 2 മുട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളെ ഞാൻ. ഈ 2 മുട്ട ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ലിഗമെൻ്റ് ഓപ്പറേഷൻ, അത് 2 ലിഗമെൻറ്റും പൊട്ടിപ്പോയി. നല്ല സ്വസ്ഥതയുള്ള കാലുകളാണ്. ഒരെണ്ണത്തിന് പൊട്ടിയപ്പോൾ വിചാരിച്ചു ദൈവമേ ഇതെങ്കിലും രക്ഷപ്പെടുന്നു. പറ്റില്ല, മറ്റൊന്നും പറഞ്ഞ് എനിക്കും വേണം. 2നും കൊടുത്തു. ഇപ്പോൾ 2 മുട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. 2 കണ്ണങ്കാലിനും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരാളാണ് ഞാൻ. നിങ്ങൾ നോക്കിയേ, എന്തൊരു സുഖമല്ലേ? ഞാൻ അങ്ങനെയാ. ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ആൾക്കാരെന്നെ പറയും ദൈവമേ എന്നെക്കാളും വലിയ ദുരിതമുള്ള എൻ്റെ മുമ്പിൽ വന്നിക്കണേ. അപ്പോൾ ഇതിന് നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ എന്തുട്ടാ എൻ്റെ അച്ഛനല്ല ഞങ്ങളെക്കാളും വലിയ രോഗി. സത്യ ഇത്രയും അസുഖങ്ങളുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. എൻ്റെ ശരീരത്തിൽ മുറിവുകളില്ലാത്ത സ്ഥലങ്ങളില്ല, എല്ലാ സ്ഥലത്തും ഉണ്ട് മുറിവുകൾ. ഓക്കെ, ഞാനിത് എന്തിനാ പറഞ്ഞറിയോ? ഞാൻ ഈ വലത്തേക്കാലിൻ്റെ ഓപ്പറേഷനായിട്ട് ഞാൻ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ, ചാലക്കുടി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരന്മാർ അച്ഛന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റൂമിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് റൂമിൽ അപ്പനും അമ്മയുണ്ട്, കൂട്ടുകാരന്മാർ അച്ഛന്മാരുണ്ട്. എനിക്ക് ബാത്റൂമിൽ പോകണം, ടോയ്ലറ്റിൽ പോകണം. അപ്പം ഞാൻ നോക്കി കഴിയുമ്പോൾ അപ്പനോട് അല്ല കൂട്ടുകാരന്മാരോട് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മോള് പറയോ? കുന്തമണിക്കോലേക്ക് സൂത്രം പറ. പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. ആത്മാർത്ഥതയോടെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ കൂട്ടുകാരന്മാരോട് പറയാൻ പറ്റില്ല, എടാ ഒന്ന് ടോയ്ലറ്റിൽ പോകണല്ലോ, ഒന്ന് പിടിച്ചേടാ എന്ന് പറയാൻ പറ്റില്ല. അയ്യേ എന്ന് അവന്മാർ പറയും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കൂട്ടുകാരന്മാരോട് എടാ ഒന്ന് പുറത്തു പോയടാ. എല്ലാ ആങ്ങളും പുറത്തു പോയി. അപ്പം അവന്മാർക്ക് തന്നെ മനസ്സിലായി. അപ്പം നമ്മുടെ അപ്പന് മനസ്സിലായി എല്ലാവരും പുറത്തു പോകണുണ്ട്. ഇപ്പോൾ ഇതെന്താ എല്ലാവരും പുറത്തു പോകണേ? അപ്പം അപ്പം വന്നിട്ട് എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അപ്പ ഒന്ന് ഈ ടോയ്ലറ്റിൽ പോകണം. എൻ്റെ അപ്പൻ എന്താ ചെയ്യണമെന്നറിയോ? എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ ഇപ്പം നിങ്ങളോട് തന്നെ പറയാമല്ലോ, എൻ്റെ അപ്പൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, എൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, 2 പേരും ക്യാൻസർ പേഷ്യൻസാണ്. അപ്പോൾ എൻ്റെ അപ്പൻ ക്യാൻസർ പേഷ്യൻ്റ് ക്ഷീമമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയം എൻ്റെ അപ്പൻ എന്താ ചെയ്യണമെന്നറിയോ? എൻ്റെ അടുത്ത് വന്നിട്ട് ഒന്നും മിണ്ടുള്ള എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. എൻ്റെ കാല് ഇവിടം വരെ പ്ലാസ്റ്റർ ചെയ്തിട്ടുക, എനിക്ക് നടക്കാൻ പറ്റില്ല. അപ്പൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ ഇങ്ങനെ വന്നിട്ട് ഞാനിങ്ങനെ വട്ടം എടുത്തോണ്ട് പോയിട്ട് ബാത്റൂമിൽ കൊണ്ടുവന്നിരുത്തി. ബാത്റൂമിലിരുത്തി യൂറോപ്യൻ ക്ലോസറ്റാ. ബാത്റൂമിലിരുത്തിയിട്ട് എൻ്റെ അപ്പൻ ഇങ്ങനെ തിരിഞ്ഞു നിന്ന്. നമ്മളൊക്കെ ആണെങ്കിലോ അവിടെ ഇരുത്തിയിട്ട് നമ്മളിങ്ങോട്ട് പോരും. ശരിയല്ലേ? അല്ലേ? ആണോ? അതെ, നീ അവിടെ ഇരുന്നോട്ടറാ, ഞാൻ ഇപ്പോൾ വരാട്ടാ, കാരണം നല്ല മണമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോരും. എൻ്റെ അപ്പൻ അവിടെ നിന്നു, അവിടെ ഇരുത്തിയിട്ട് അതിങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് എൻ്റെ അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഡാ അപ്പൻ ഇവിടെ ഉണ്ട് ട്ടാ, എന്താവശ്യമുണ്ടെങ്കിലും അപ്പൻ ചെയ്തുതരാം.
അപ്പനാ എപ്പോഴും ഓർത്തോളത്. ഞാൻ ഇന്നും ഓർക്കാറുണ്ട്. എൻ്റെ അപ്പൻ സ്നേഹിക്കാനൊന്നും അറിയാൻ പാടില്ല, ഇങ്ങനെ നടക്കോളൂ, പക്ഷെ ഉള്ളെന്നറിയാ സ്നേഹ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ, നിങ്ങളുടെ കൂടെയുള്ളവരെ സ്നേഹിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. സ്നേഹത്തിന്റെ പേരിൽ ഒരാളെയും പറ്റിക്കരുത്. നിന്റെ അപ്പനമ്മനെ ആദ്യം നീ പറ്റിക്കരുത്. നിന്റെ കൂടെയുള്ളവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും നീ പഠിച്ചു തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ ഒത്തിരി ദൈവാനുഗ്രഹം കിട്ടും. ഞാൻ പലപ്പോഴും പറയാനുള്ളൊരു വീഡിയോ ഉണ്ട്. പറ്റിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും സ്നേഹിച്ചാൽ വേദനകൾ മാത്രമേ കിട്ടൂ എന്ന് ഉറപ്പുണ്ടായിട്ടും എത്രയേറെ ചേർത്ത് പിടിച്ചാലും ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയിൽ കൂടെ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യരാ. കാരണം എന്തെന്നറിയോ? സാധാരണ മനുഷ്യർക്കൊന്നും അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല. നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമോ? 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 പക്ഷെ ഈശോ പഠിപ്പിച്ചെന്താ? ഈശോയ്ക്കൊക്കെ പറയാം, ഞങ്ങളല്ലേ അച്ഛാ ജീവിക്കണേ. എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യം അത്, അച്ഛാ അച്ഛനത് പറയാം, ഞങ്ങളല്ല ജീവിക്കണേ, സത്യ. പക്ഷെ നിങ്ങളൊന്ന് സ്നേഹിച്ചു നോക്കിയേ, തിരിച്ചതുപോലെ ഒന്ന് സ്നേഹിച്ചു നോക്കിയേ. അവർ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് സ്നേഹിച്ചു നോക്കിയേ, അവർ മാറാൻ തുടങ്ങും. അവരുടെ മനസ്സിലൊരു കനൽ കൂട്ടാൻ നിങ്ങൾക്ക് പറ്റും. ഞാൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരാളെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ, ഒരാളെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധികാരമല്ല പ്രയോഗിക്കേണ്ടത്, നിങ്ങളുടെ സ്നേഹം പ്രയോഗിക്കുക. അവർ തോറ്റുവരും. സ്നേഹത്തിന്റെ മുന്നിൽ എല്ലാവരും തോറ്റിട്ടുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അത് തന്നെയാണ്. നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങൾ സ്നേഹിക്കണം. അപ്പനെ സ്നേഹിക്കണം, അമ്മനെ സ്നേഹിക്കണം, ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം. അവിടെയാണ് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകില്ല. നമുക്ക് വേണമെങ്കിൽ തന്നെ കിടന്നുറങ്ങാൻ പറ്റും, തന്നെ ജീവിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല. തന്നെ ജീവിക്കാൻ പറ്റില്ല. ഒരാളും കൂടെ ഇല്ലാതെ ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ സങ്കടങ്ങൾ ആരോടെങ്കിലും പറയണ്ടടേ. അതിനാ പറയണേ, നിങ്ങൾ ഒരാളെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെക്കണം. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു വരുത്. നിങ്ങളെക്കുറിച്ച് എല്ലാവരും നല്ലത് മാത്രം പറയുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതൊന്നും ഉണ്ടാവില്ല. കുറ്റപ്പെടുത്തലുകൾ മാത്രം ഉണ്ടാവുള്ളൂ, തള്ളിപ്പറയലുകൾ മാത്രം ഉണ്ടാവുള്ളൂ. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാ. നിങ്ങളുടെ ഒരു നന്മ കണ്ട് ആരെങ്കിലും വന്നിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് മോനെ കൊള്ളാടാ കൊള്ളാടാ എന്ന് പറയാറുണ്ടാ? ഇല്ല. നമ്മളൊരു പരിപാടി ചെയ്താ കഴിഞ്ഞു, തീർന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് രണ്ടാമതായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ നിങ്ങളെ മാത്രം സ്നേഹിച്ചാൽ പോരാ, നിങ്ങളുടെ കൂടെ ഉള്ളവരെയും കൂടി സ്നേഹിക്കണം. മൂന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം, മൂന്നാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കൂടെ ഉള്ളവരെയും മാത്രം സ്നേഹിച്ചാൽ പോരാ, ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. നിങ്ങൾ ഓർക്കേണ്ട കാര്യം അറിയോ? ഈ ലോകത്ത് ജീവിതത്തിന്റെ ഏത് ദുരിതമായ അവസ്ഥകളിലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ മറ്റൊരാൾക്ക് പറ്റില്ല. പക്ഷെ ആർക്ക് പറ്റും? ഈശോയ്ക്ക് പറ്റും. നിങ്ങളുടെ ഒരു കുറവ് കാണുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർ ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തും. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സങ്കടം കാണുമ്പോൾ നിന്റെ മാതാപിതാക്കൾ ചിലപ്പോൾ നിങ്ങളെ നോക്കി പറയും, ഇതെന്റെ മോളല്ല, മോനല്ല. നിന്റെ ജീവിതത്തിന്റെ ഒരു തരികിട കാണുമ്പോ, ഒരു പാളിച്ച കാണുമ്പോ നിന്റെ കൂട്ടുകാർ പറയും, അയ്യേ അവൻ കൊള്ളില്ല. പക്ഷെ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകളിലും പോരായ്മകളിലും ബലഹീനതകളിലും സങ്കടങ്ങളിലും നിങ്ങളിങ്ങനെ ചങ്കോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മാത്രം നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ, നിങ്ങളെ ഇങ്ങനെ വേദനിക്കുമ്പോൾ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്കും ദൈവത്തിനും അല്ലാതെ ഈ ലോകത്ത് ആർക്കും പറ്റില്ല. ജന്മം തന്ന അപ്പന് പോലും പറ്റില്ല. അതുകൊണ്ടല്ലേ തമ്പുരാൻ പറഞ്ഞേ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. പെറ്റമ്മ മറക്കില്ലേ? മറക്കും. അല്ലെങ്കിൽ അനാഥ മന്ദിരങ്ങൾ ഉണ്ടാവോ? മക്കൾ മറക്കില്ലേ? മറക്കും. അല്ലെങ്കിൽ അഗതി മന്ദിരങ്ങൾ ഉണ്ടാവോ? നിങ്ങൾ വാ, കലൂര് ഒരു മദർ തെരേസ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഇതുണ്ട്. ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം. ചേരിന്നെടുത്തും പുഴു കടിച്ചും പട്ടി കടിച്ചും പിള്ളേരിട്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് അപ്പനമ്മയില്ലേ? അതാച്ചൻ പറഞ്ഞേ, ഈ ലോകത്ത് നിങ്ങളെ ആരെയൊക്കെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചാലും, ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും, നിങ്ങളിങ്ങനെ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ കൂടെ നടക്കണം എപ്പോഴും. എന്ത് പ്രശ്നം വരുമ്പോഴും ദൈവത്തിന്റെ കൂടെ നടക്കണം. എന്ത് സങ്കടം വരുമ്പോഴും ദൈവത്തോട് പറയണം.
എന്ത് ജീവിതത്തിൻ്റെ പാളിച്ചകൾ വരുമ്പോഴും ദൈവത്തോട് പറയണം, ദൈവമേ പറ്റണില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാനറിയോ, ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വലിയ കുഴപ്പമില്ലാത്ത ഞാൻ സെമിനാരി ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഇറച്ചിക്കറിയുടെ ഒക്കെ തിന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം നിർത്തി വീട്ടിൽ പോയേക്കാം. ഞാൻ അങ്ങനെ ചിന്തിച്ചൊരാളാണ്. പക്ഷേ വീട്ടിലേക്ക് ഞാൻ എപ്പോഴും വിളിക്കാറില്ല, മാസത്തിൽ ഒരിക്കലേ വിളിക്കാറുള്ളൂ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ നിർത്തിപ്പോരാ, എനിക്ക് അച്ഛനാകാനൊന്നും പറ്റില്ല. അപ്പം അമ്മ പറഞ്ഞു, അമ്മ മോനോടൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞു, പറയും. അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. അതിനു മുമ്പ് കുറേ കാര്യങ്ങളുണ്ട് കേട്ടാ, അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം, അത് രസകരാ. ഞാൻ സെമിനാറിൽ ചേർന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരാഴ്ചക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. രണ്ടാമത്തെ ആഴ്ച എനിക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞത് പന്നിക്കൂട് വൃത്തിയാക്കല. അച്ഛനാകാൻ പോകാൻ താല്പര്യം ആരെങ്കിലൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല കേട്ടോ, ഇപ്പം അങ്ങനത്തെ ഒന്നുമില്ല. നിങ്ങൾ നേരെ ചെന്ന് നേരെ അച്ഛനാക്കും, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. പണ്ടായിരുന്നു പന്നിക്കൂട് വൃത്തിയാക്കല്, പട്ടിക്കൂട് വൃത്തിയാക്കലൊക്കെ. ഇന്ന് അങ്ങനെ ഉണ്ടോ അച്ഛാ? നിങ്ങളോട് കൂടെ നിർത്തിയല്ലേ? നിങ്ങളോട് കൂടെ നിർത്തിയില്ലേ? വേണ്ട, എൻ്റെ കൂടെയും നിർത്തി. നിങ്ങൾ ചെല്ലുമ്പോഴേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം എനിക്ക് കിട്ടിയ ആദ്യത്തെ പണി പന്നിക്കൂട് വൃത്തിയാക്കല. അപ്പോൾ ഈ പന്നിക്കൊരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും പന്നി ഇങ്ങോട്ട് വരും. അപ്പം പന്നിയുടെ വിചാരം അതിനെന്തോ തിന്നാൻ കൊടുക്കാണെന്നാ. ഞാൻ പന്നിക്കൂട്ടിലേക്ക് കാല് വെക്കുന്നു, പന്നി ഇങ്ങോട്ട് വരുന്നു. അപ്പം ഞങ്ങളുടെ റെക്ടറച്ചനൊരു പതിവുണ്ട്, പുള്ളി ഇങ്ങനെ നോക്കിയെടുക്കും എല്ലായിടത്തും. റെക്ടറച്ചൻ എന്ന് വെച്ചാൽ നമ്മുടെ ചാർജ് വഹിക്കുന്ന അച്ഛൻ ഇങ്ങനെ നോക്കിയെടുക്കും. പുള്ളി നോക്കിക്കൊണ്ട് നടന്നപ്പോൾ ഞാൻ പന്നിക്കൂട്ടിലിരുന്ന് കുളങ്ങര കളിച്ചോണ്ടിരിക്കുക. ഞാൻ കാല് വെക്കുന്നു, പന്നി ഇങ്ങോട്ട് വയ്ക്കും. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മാറി ഞാനും പന്നിക്കൂട്ടിനും കളിച്ചോണ്ടിരിക്കുക. പുള്ളി വന്ന് ഞങ്ങളുടെ കളി കണ്ടുകൊണ്ടിരിക്കുക. പുള്ളിക്ക് തന്നെ അത്ഭുതം, പന്നിയായിട്ട് കളിക്കുന്ന ഒരു വ്യക്തി. പോട്ടെ, അച്ഛനോട് വന്നിട്ട് ചോദിച്ചു, നിനക്ക് പന്നിക്കൂട് കഴുകാൻ അറിയോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ചാ, ജീവിതത്തിലൊരു പണിയെടുക്കാത്തവനാ, സ്വന്തം പാത്രം പോലും കഴുകി വയ്ക്കാൻ എനിക്കറിയാൻ പാടില്ല. അങ്ങനെ സെമിനാരി വന്നതാ. അപ്പം എന്നോട് പറഞ്ഞു, നീ ഒരാഴ്ചക്ക് ഈ പണി തന്നെ ചെയ്താൽ മതി. ഒരാഴ്ച ചെയ്തിട്ട് ഞാൻ ശരിയായില്ല. ഞങ്ങളുടെ റെക്ടറച്ചൻ്റെ പ്രത്യേകതയുണ്ട്, ആൾക്കാരുടെ മുമ്പിലിട്ട് വഴക്ക് പറയത്തില്ല. അച്ഛൻ റൂമിൽ വിളിച്ചിട്ടേ വഴക്ക് പറയുള്ളൂ. 10 മണിക്ക് പുള്ളി ഷുഗറിൻ്റെ മരുന്ന് കഴിക്കും. അത് കഴിയുമ്പോൾ ഉള്ള ബോധമൊക്കെ പോകും. ദൈവമേ, അത് കേൾക്കണ്ടാവും പാവം. ആ ബോധമൊക്കെ പോയിട്ട് പിന്നെ പൂര വഴക്ക. നമ്മളെന്നെ ചോദിക്കും, നീ എന്തിനാ വന്നേ? നമ്മൾ കാരണം പറയണം, എന്താ ചെയ്തതെന്ന് പറയണം, അതിനുള്ള വഴക്കും കൂടി വാങ്ങിച്ചിട്ട് പോകണം. അങ്ങനെയാണ്. പിറ്റേ ദിവസം കയറ്റം തുടങ്ങി. രണ്ടാമത്തെ ആഴ്ച എനിക്ക് കിട്ടിയത് പട്ടിക്കൂട് വൃത്തിയാക്കലേ. പട്ടിക്കൂട് വൃത്തിയാക്കണേലും കുഴപ്പമില്ല, പട്ടിനെ പുറത്തിറക്കിയിട്ട് നമ്മുടെ അകത്ത് കയറ്റിയിട്ട് വാതിലടയ്ക്കും. ഈ പട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അത് എന്നെ കാഷ്ടിച്ചിട്ട് അത് എന്നെ ചവിട്ടി കൂട്ടും. നമ്മളാണെങ്കിൽ കോലുകൊണ്ട് കുത്തി ഇളക്കി കളയണം. സെമിനാറിലാണെങ്കിൽ 2 ജമണ്ടൻ പട്ടിയായിരുന്നു, അതുപോലെ കാഷ്ടിക്കായിരുന്നു. അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ സങ്കടം, മൂക്ക് പൊത്തിയായിരുന്നു. മൂന്നാമത്തെ ആഴ്ച എനിക്ക് കിട്ടിയത് ചാണകം കോരല്ല. ഇത് സെമിനാറിലാണ് കേട്ടോ. എന്നോട് കൂടി ഇതൊക്കെ നിർത്തി. ഞാൻ പോകാനുള്ളവരൊക്കെ പൊക്കോളണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെമിനാരി ജീവിതത്തിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ. ഇതൊരു ഫോർമേഷനാണ്. ഞാൻ ഇന്നും ഓർക്കും, ഇത്രയും കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും പണിയെടുത്തിട്ട് ഒന്നും ശരിയാവില്ല. രാത്രി 10 മണിക്ക് റെക്ടറച്ചൻ വിളിച്ച് വഴക്ക് പറയും. ഞങ്ങളുടെ സെമിനാറിൽ റൂൾ ഓഫ് ടച്ച് ഉണ്ട്, പരസ്പരം തൊടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുമ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് തൊട്ട് ചേർത്ത് പിടിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. തൊടാൻ പാടില്ല. റൂൾ ഓഫ് ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ. റൂൾ ഓഫ് ഈറ്റിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ. റൂൾ ഓഫ് സൈലൻസ് ഉണ്ട്, പല നേരങ്ങളിൽ സൈലൻസ് പാലിക്കണം. എനിക്ക് ഏറ്റവും പറ്റാത്ത ഒരു സാധനം റൂൾ ഓഫ് ടച്ച് ആയിരുന്നു. തൊടാൻ ധരിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ബാച്ചിലൊരു കൂട്ടുകാരനായിരുന്നു ജോസഫ്, ഭയങ്കര സുന്ദരനായിരുന്നു കേട്ടോ. നല്ലോണം മുടിയുണ്ട് ഇവന്, എനിക്കാണെങ്കിൽ മുടി കുറവ്. ഇവൻ്റെ മുടി കാണുമ്പോൾ എന്നും എനിക്കൊരു ആഗ്രഹം, ഇവൻ്റെ മുടി ഒന്ന് തൊടണം. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും റൂമിൽ കയറണ കണ്ടിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചു, എടാ ജിനു, ഒരു ദിവസമെങ്കിലും നിനക്ക് വരാതിരുന്നൂടെ? ഞാൻ പറഞ്ഞു, അച്ഛനെ പിടിക്കാതിരുന്നൂടെ എന്നെ ഒരു ദിവസം? അങ്ങനെയാണെങ്കിൽ ഞാൻ വരാതിരിക്കുമല്ലോ. ഈ ഞങ്ങളുടെ റെക്ടറച്ചൻ്റെ പ്രത്യേകത, പുള്ളി എല്ലാ ഭിത്തിക്കോടെ ഇങ്ങനെ തോണ്ടെടുക്കും, ഇങ്ങനെ തൊട്ടും ഇങ്ങനെ നോക്കും. എന്തിനാ പൊടി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഈ പൊടി ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് പുള്ളി ചോദിക്കും, ഇത് ആരെ ക്ലീൻ ചെയ്തേ? മിക്കവാറും ക്ലീൻ ചെയ്തേ എവിടെ ആരായിരിക്കും? ഞാനായിരിക്കും, ജിനു ആയിരിക്കും കേട്ടോ. അവനെ വിളിപ്പിക്ക്, ഞാൻ ചെല്ലും ഇങ്ങനെ 10 മണിക്കിട്ടാ. ഓക്കെ, 10 മണിക്ക് എല്ലാ ദിവസവും കയറിയിട്ട് ഞാൻ ചോദിച്ചു, അച്ഛൻ എന്നോട് ചോദിച്ചു, എടാ ഒരു ദിവസമെങ്കിലും നിനക്ക് വരാതിരുന്നൂടെ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ച, അച്ഛൻ എന്നെ പിടിക്കാതിരുന്നൂടെ? അതെങ്ങനെയാ? നീയല്ല പ്രശ്നം. ഞാൻ പറഞ്ഞു, അച്ഛനൊന്നും തോണ്ടാതിരുന്നൂടെ? അതല്ല ഇപ്പോൾ പ്രശ്നം, അച്ഛനൊന്നും തോണ്ടാതിരിക്കി. അച്ഛൻ പറഞ്ഞു, നീ പോയേ. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ പറഞ്ഞു, നീ ചോദിക്കി. അച്ഛൻ എങ്ങനെ കൃത്യമായിട്ട് എന്നെ തന്നെ പിടിക്കണേ? അപ്പം അച്ഛൻ പറഞ്ഞു, എടാ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് കൃത്യമായിട്ട് നിന്നെ പിടിക്കാൻ, നീ കള്ളത്തരം കാണിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കും, നിന്നെ പിടിക്കും. ഓക്കെ, അപ്പം ഞാനത് കേട്ടിട്ട് പോയിട്ടാ. കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ ഈ ജോസഫ് ഇങ്ങനെ നിൽക്കാം, വാ നീ സുന്ദരനായതുകൊണ്ട് വിളിച്ചതാണ് കേട്ടോ.
ദൈവമേ സുന്ദരനെന്ന് പറഞ്ഞപ്പോൾ ഞെളിങ്ങണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ജോസഫ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ജോസഫിൻ്റെ മുടിയാണ് എനിക്ക് ഏറ്റവും ഇതെന്തിട്ടത്. അപ്പോൾ ജോസഫിൻ്റെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ആരും അറിയാത്ത തക്കത്തിൽ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ജോസഫിൻ്റെ മുടി ഇങ്ങനെ കൂന്തുക. ഞാൻ ജോസഫിനോട് പറയുന്നുണ്ട്, എന്ത് മുടിയാടത്, എന്ത് രസമാടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് തോന്നിച്ചുകൊണ്ട് ഈ സാധനം ഇറങ്ങി വരാ. ആര്? ഡോക്ടറച്ചൻ. പുള്ളി പരിശുദ്ധാത്മാവ് തോന്നിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പം ഞാനാണെങ്കിൽ കോന്തൽ നിർത്തണമില്ല, ഞാനിങ്ങനെ നിൽക്കുക. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ, കാരണം 10ാം ക്ലാസ്സിൻ്റെ വെളിവുള്ളൂ. ഞാൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഡോക്ടറച്ചൻ എന്നോട് ചോദിച്ചു, താൻ എന്തിനാ വന്നേ? ഞാൻ പറഞ്ഞു, അച്ഛനാകാൻ വന്നതാ. തനിക്കിവിടെ റൂൾ ഓഫ് ടച്ച് ഉണ്ടെന്ന് അറിയോ? അറിയാം. തൻ്റെ കൈ ഇപ്പോഴും ജോസഫിൻ്റെ തലയിലുള്ള. കൈ മാറ്റടോ. ജോസഫ് പൊക്കോ. ഞാൻ പറഞ്ഞു, ജോസഫ് പോയി പൊക്കോ. ആ, ഞാൻ ഇങ്ങനെ നിൽക്കുക. എന്നോട് അടുത്ത് ചോദിച്ചു, തനിക്ക് മുടി ഇത്ര ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ച മുടിയില്ലാഞ്ഞിട്ടാ. തനിക്ക് മുടി ഇത്ര ഇഷ്ടം? ഞാൻ പറഞ്ഞു, പൊന്നച്ച മുടിയില്ലാഞ്ഞിട്ടാ. അച്ഛൻ പറഞ്ഞൊരു കാര്യം, അന്ന് നമുക്കൊരു കാര്യം ചെയ്താലോ? ഞാൻ പറഞ്ഞു, എന്തേ? ഈ അച്ഛനാണെങ്കിലോ പെട്ടത്തലയാ. ഇവിടെ നിന്ന് മുടി ഇങ്ങനെ ഈരിട്ടിട്ട് വളർത്തിയിട്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കാ ഈ സാധനം. അതാണെങ്കിൽ ഒരു ഭംഗിയില്ലാത്ത നര വന്നൊരു മുടി, ഒരു ഭംഗിയില്ലാത്തൊരു സാധനം. എൻ്റെ മുമ്പിൽ നിന്നിട്ട് ഈ റക്ടറച്ചൻ ഇങ്ങനൊരു കുടയില കുടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നുള്ള മുടി മുഴുവൻ ഇങ്ങോട്ട് വീണു. അപ്പം എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, കൊള്ളാം. നമുക്ക് മോശമെന്ന് പറയാൻ പറ്റില്ല, കൊള്ളാം. എന്നോട് ചോദിച്ചു, നമുക്ക് മുടിയുമ പിടിക്കണ്ടേ? എൻ്റെ പൊന്നച്ചാ വേണ്ട. നിങ്ങൾ ഓർക്കണം, ഈ ബഹുമാനപ്പെട്ട ഈ അച്ഛൻ്റെ മുടി നിങ്ങൾ ആരെങ്കിലും പിടിച്ച് എന്തായിരിക്കും സ്ഥിതി? ആ ഒരു അവസ്ഥയിലാണ്. ഇത് ചെറിയ അച്ഛൻ, ഞങ്ങളുടെ റക്ടറച്ചൻ എന്ന് പറയുമ്പോൾ വലിയ അച്ഛനാ. ആ അച്ഛൻ്റെ മുടി പിടിച്ച് എങ്ങനെ ഇരിക്കും? അച്ഛൻ എന്താ ചെയ്യുന്നറിയോ? എൻ്റെ കൈ പിടിച്ച് അച്ഛൻ്റെ മുടിയും വേണ്ടി ഇങ്ങനെ കോന്തിക്കുക. ഞാനാണെങ്കിൽ കോന്തലോട് കോന്തല്. അച്ഛൻ ചോദിച്ചു, നിനക്ക് ജോസഫിൻ്റെ മുടിയാണ് ഇഷ്ടപ്പെട്ട, എൻ്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടെ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ചാ, ജോസഫിൻ്റെ മുടി എന്തൊട്ട് മുടിയാ, അച്ഛൻ്റെ മുടിയാ മുടി. ഇത് കേട്ട വഴി പുള്ളി എന്നോട് പറയാ, 10 മണിക്ക് മുറിവനോട്ടാ. അന്ന് കിട്ടിയ വഴക്കിന് എന്നോടൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോടാ മുറിയുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇറക്കി വിട്ടേന്ന്. കുറച്ച് ദിവസത്തേക്ക് വലിയ കുഴപ്പമുണ്ടാകില്ല. പിന്നെയും വികൃതി. എൻ്റെ കയ്യിലിരിപ്പിൻ്റെയാണ്. പിന്നെയും വികൃതി പൊന്തി വരാ. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെക്കേഷനാണ്. പെട്ടെന്ന് നിർത്തും കേട്ടോ, ഇപ്പം സമയം തീരും. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഇനി വാച്ച് നോക്കണ്ട, തീരുന്നു പറഞ്ഞില്ലേ? ആ, അപ്പോൾ ഈ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചു, നമുക്ക് എന്ത് കളിക്കാം? ഞാൻ പറഞ്ഞു, നമുക്കൊരു കളി കളിച്ചാലാ. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്തിട്ട് കളിയാടാ? തീവണ്ടി കളിക്കാം. തീവണ്ടിയാ? ആ തീവണ്ടി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ആര് എഞ്ചിനാവും? ഞാൻ പറഞ്ഞു, ഞാനായിക്കോളാം. അപ്പം ഞാൻ മുമ്പിൽ നിന്ന് ഇങ്ങനെ എഞ്ചിനായിട്ട് കുകു പോയോണ്ടിരിക്കുക. ബാക്കി 34 ബോഗിയും പിന്നിലുണ്ട് കേട്ടോ. നിങ്ങൾ ഓർക്കണം, ഞങ്ങൾ 35 ബോഗികൾ തീവണ്ടി കളിച്ചോണ്ടിരിക്കുക. സെമിനാറുടെ കോറിഡോറിൽ കൂടെ തീവണ്ടി കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് തോന്നിച്ചോണ്ട് ഈ സാധനം ഇറങ്ങി വരാ. ആര്? റക്ടറച്ചൻ. പുള്ളി വന്ന് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സ്റ്റോപ്പ് അടിച്ചിരിക്കുക. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കണം. ഞാൻ ഇങ്ങനെ നിൽക്കുക പുള്ളിയുടെ മുമ്പിൽ. തീവണ്ടിയുടെ എഞ്ചിൻ പോലും മാറ്റിയിട്ടില്ല, ഇങ്ങനെ നിൽക്കുക. കുകു ശബ്ദം മാത്രം മനില്ല, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, എൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, പിടിച്ചിട്ടുണ്ടെങ്കിൽ 34 ബോഗി പിന്നിലുണ്ടല്ലോ. ഞാൻ എൻ്റെ അറിയാത്ത പക്ഷത്തിന് ഞാൻ ആ 34 ബോഗിനൊന്ന് പിന്നിലേക്ക് നോക്കി. ഒറ്റണത്തിനും കാണാനില്ല. കണ്ട വഴിയല്ല ഓടിയേക്കാ. ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുക. അപ്പം എന്നോട് ചോദിച്ചു, താൻ എന്തിനാ വന്നേ? ഞാൻ പറഞ്ഞു, അച്ഛനാകാൻ വന്നതാണ്. തനിക്ക് പറ്റിയ പണി തീവണ്ടി ഓടിക്കില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ച പറ്റണ പരിപാടിയല്ല. നമുക്കൊരു കളി കളിച്ചാലോ? ഞാൻ പറഞ്ഞപ്പോൾ, വേണ്ട അച്ഛാ, കഴിഞ്ഞ പ്രാവശ്യത്തെ മുടിയുടെ കേസ് ഇതുവരെ മറന്നിട്ടില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, നമുക്ക് കളിക്കാടോ. റക്ടറച്ചൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെ മുന്നിൽ ഈ പുള്ളി ഈ 10-60 വയസ്സുള്ള സാധനം തീവണ്ടിയായിട്ട് കുകു അടിച്ച് നിൽക്കുക. കൈ പിടിക്കടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ച ഞാൻ പിടിക്കില്ല. സെമിനാറിലെ ഏറ്റവും ചെറുത് ഞാൻ, ഏറ്റവും വലുത് ഞങ്ങളുടെ റക്ടറച്ചൻ. എൻ്റെ 2 കൈ എടുത്ത് പുള്ളിയുടെ തോളത്ത് പിടിപ്പിച്ചു. ഞങ്ങൾ ആ സെമിനാറിൽ കൂടെ ഒരു 10-15 പ്രാവശ്യം തീവണ്ടി കളിച്ചു. അന്ന് എനിക്ക് തീവണ്ടിന്ന് പോലും കളിപ്പേരുണ്ടായിരുന്നു, തീവണ്ടിന്ന്. എൻ്റെ പൊന്നു സ്നേഹം നിറഞ്ഞവരെ, അന്ന് നിർത്താമെന്ന് വിചാരിച്ചതാ. അതുപോലെ എല്ലാ ക്ലാസ് മുറിയും ചെന്നിട്ട് കുകു റക്ടറച്ചൻ. അപ്പോൾ പിള്ളേർ മുഴുവൻ, ടീച്ചർമാർ മുഴുവൻ, ഞാനും റക്ടറച്ചനും കൂടി തീവണ്ടി വന്നേക്കാം. നിങ്ങൾ ഓർക്കും ഇതെന്തിട്ട് ഞങ്ങളുടെ റക്ടറച്ചൻ അങ്ങനത്തെ ഫോർമേഷനായിരുന്നു. എല്ലാ മുറിക്കൂടെയും വൈസ് റക്ടറച്ചൻ്റെ മുറിയിൽ വരെ കയറി ഞങ്ങൾ. ഇപ്പം റക്ടറച്ചൻ, വൈസ് റക്ടറച്ചൻ, ഇതെന്താ വെച്ചത്? തീവണ്ടി. അന്ന് കിട്ടിയ ചീത്തപ്പേരിന് ഒരു കുറവുമില്ല. എൻ്റെ സ്നേഹം എന്ന് വെച്ചാൽ, ഞാൻ മടുത്ത്. പഠിച്ചിട്ടാണെങ്കിലും മാർക്കില്ല, ജോലി ചെയ്തിട്ടാണെങ്കിൽ രക്ഷയില്ല. റക്ടറച്ചൻ്റെ എന്നും വഴക്ക്, കൂട്ടുകാരന്മാരാണെങ്കിൽ കളിയാക്കല്. എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സെമിനാരി നിർത്താം.
രണ്ടാമത്തെ മാസം 2-ാമത്തെ ഞായറാഴ്ച ഞാൻ ചിന്തിക്കുക വീട്ടിൽ പോവാം. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു, അമ്മേനെ വിളിച്ചു. അമ്മേ, ഞാൻ നിർത്തി പോരാ. അമ്മ ഇതൊക്കെ കേട്ടുന്നു. എന്നിട്ട് എൻ്റെ അമ്മേനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. അമ്മേനോട് പറഞ്ഞു, അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ നിർത്തി പോരാ. അപ്പം അമ്മേനോട് പറഞ്ഞാൽ ഞാൻ എന്നോട് കാര്യം പറയട്ടെ. പറഞ്ഞോ മോനെ, നമ്മൾ സെമിനാറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സെമിനാറിയുടെ ചാപ്പലിൽ വലത്തെ സൈഡിൽ ആരുടെ രൂപം ഇരിക്കണേ? ഞാൻ പറഞ്ഞു, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപം. അത് ആരാന്ന് മോനെ അറിയോ? ഈശോയുടെ അമ്മ. മോനെ അമ്മയോട് പറഞ്ഞില്ല എൻ്റെ അടുത്ത്, അതുപോലെ അമ്മയുടെ അടുത്ത് പോയി എന്ന് പറ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ വെച്ചു. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ സാധനത്തോട് എന്തിനപ്പോൾ പറയാൻ പോയി വെറുതെ മോട്ടിവേഷൻ തന്ന് കൊല്ലുക. പള്ളി പോയിരുന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യമില്ലാത്തൊരു മോട്ടിവേഷൻ കേട്ടെ. അന്നത്തെ ദിവസം വൈകുന്നേരം എന്തോ പന്നിക്കൂട് വൃത്തിയാക്കിയിട്ട് ശരിയാകാഞ്ഞിട്ട് രാത്രി 10 മണിക്ക് വഴക്കം കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിൽ തോന്നാ പള്ളിയിലൊന്ന് പോയേക്കാം. പള്ളി ചെന്ന് കഴിഞ്ഞപ്പോൾ നേരെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ ഇരിപ്പുണ്ട്. ഒരു അരണ്ട വെളിച്ചം അങ്ങനെ തട്ടുന്നുണ്ട്. ആ തട്ടുന്നതിൻ്റെ ഇടയിൽ ഞാൻ നേരെ പോയി ഇങ്ങനെ മുട്ടുകൂത്തിയിട്ട് ഞാൻ അന്ന് 2 കൈയെടുത്ത് മാതാവിൻ്റെ ഈശോയുടെ അമ്മയുടെ രൂപമാണ്. ആ രൂപത്തും ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് അന്ന് കിട്ടിയ എല്ലാ വഴക്കുകളും കേട്ടിട്ട് ഇങ്ങനെ കരയാ. രക്ഷച്ചൻ വഴക്ക് പറഞ്ഞതും ദേഷ്യപ്പെട്ടതും പരീക്ഷയിൽ തോറ്റുപോയതും എല്ലാം ഓർത്തിട്ട് ഇങ്ങനെ കരയണ സമയത്ത് എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ കുടുകുടാന്ന് കണ്ണുനീര് ചാടാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കൈയെടുത്ത് മാതാവിൻ്റെ കൈയെടുത്ത് ഈ കണ്ണുനീര് മുഴുവൻ തുടച്ചു കഴിഞ്ഞപ്പോഴേ ചിന്തിച്ചത് എവിടെ തൂത്ത് വയ്ക്കും? തൂക്കാൻ സ്ഥലമില്ല. ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് തൂത്തിട്ട് മാതാവിൻ്റെ രൂപത്തുമ്പോൾ തൂത്ത് വെച്ചു. കരച്ചിലോടെ രണ്ടും തൂത്ത് വയ്ക്കുക. തൂത്തൽ കഴിഞ്ഞ് കരച്ചിൽ കുറച്ചും കൂടി കൂടിയാൽ നിങ്ങൾക്കറിയാം എന്ത് വരും? മൂക്കട്ട വരും. മൂക്കട്ട ഞങ്ങളുടെ നാട്ടിൽ മൂക്കള എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേ? മൂക്കള തന്നെയാ. ഞങ്ങളുടെ നാട്ടിൽ മൂക്കട്ട എന്ന് പറയണേ കേട്ടോ. ഇപ്പൊ മൂക്കട്ട വന്നോണ്ടിരിക്കുക. അപ്പൊ ഞാനാണെങ്കിൽ മൂക്കട്ട ഒളിച്ചൊലിച്ച് വായ പറയാത്താറായി. ഇപ്പൊ തൂക്കണോല. ഞാൻ ആ കൈയെടുത്ത് തൂത്ത് കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു, ദൈവം ഇത് ഇവിടെ തൂക്കും, നമ്മുടെ മേത്ത് തൂക്കാൻ പറ്റില്ല. ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒന്നും നോക്കിയില്ല, മാതാവിൻ്റെ രൂപത്തുമ്പോൾ എന്നെ തൂത്ത് വെച്ചു. 2 മൂക്കട്ടയും തൂത്ത് വെച്ചു. തൂത്ത് കിടന്നുറങ്ങാൻ പോയി. നിങ്ങളിന്ന് തൃക്കാക്കര മൈനസവനാൽ ഒരു പരിശുദ്ധ അമ്മയുടെ രൂപം ഇരിപ്പുണ്ട്. ആ രൂപത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് മണത്ത് നോക്കിയാൽ ഒരു മണം കിട്ടും. എൻ്റെ മൂക്കട്ടയുടെ മണ. 3 വർഷം മൂക്കട്ട് വെക്കാൻ പോരുന്നു എല്ലാ ദിവസവും രാത്രി. ഞാൻ അന്ന് രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അവിടെ ആരും ഇതുവരെ സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ മനസ്സിലൊരു തോന്നലാ, നീ എന്തിനാടാ ജിനു കരയണേ? ഞാനില്ലേ നിന്റെ കൂടെയെന്ന്. അന്ന് തൊട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കണ സമയം വരെ ഞാൻ ഇന്നും വിശ്വസിക്കുന്ന കാര്യം എന്നറിയോ? എൻ്റെ അമ്മയും എൻ്റെ ഈശോയും എൻ്റെ കൂടെ ഉണ്ട്. അതുള്ളൂ എനിക്ക്. ഒരാൾ തളർത്തിക്കളഞ്ഞാലും, ഒരാൾ വേദനിപ്പിച്ചാലും, ഒരാൾ സങ്കടപ്പെടുത്തിയാലും ഞാൻ എന്നും ഓർമ്മിക്കുന്നൊരു കാര്യം, എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. അത് മതി എനിക്ക് ജീവിക്കാൻ. വേറെ ഒന്നും വേണ്ട, വേറെ ആരും വേണ്ട, അത് മതി. എൻ്റെ യുവാക്കളോട് എനിക്ക് പറഞ്ഞു തരാനുള്ള, നിങ്ങളുടെ ഈ പ്രായത്തിൽ തോന്നിയ ഒരു കാര്യം എനിക്കത് എന്നും രാത്രി ഈശോയുടെ അടുത്ത് പോയിട്ട് പറയും, ഈശോയെ ഇന്ന് ഒത്തിരി വേദനകളാ, തോറ്റുപോയി, എൻ്റെ കൂടെ ഉണ്ടാവോ? ഈശോ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, മോനെ ഞാൻ ഉണ്ടാ കൂടെ. ആ ഈശോ ചേർത്ത് പിടിച്ച ജിനു അച്ഛനാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കണേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ദുഃഖപൂർണമായ നിമിഷങ്ങളിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് കരയാൻ, നിങ്ങൾ വിചാരിക്കണ പോലെ നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങൾ ആഗ്രഹിക്കണ പോലെ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഈ ലോകത്തെ ആർക്കും പറ്റില്ല. പക്ഷെ ദൈവത്തിന് പറ്റും, ഈശോയ്ക്ക് പറ്റും, പരിശുദ്ധ അമ്മയ്ക്ക് പറ്റും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള 3-ാമത്തെ കാര്യം, ദൈവത്തെ സ്നേഹിക്കണം. നിന്നെ സ്നേഹിക്കണം, കൂടെ ഉള്ളവരെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തെ സ്നേഹിക്കില്ല. ആ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാണ്ടല്ലോ, എന്നോട് പലരും ചോദിക്കാറുണ്ട്, അച്ഛൻ എങ്ങനെ ഇച്ചിരി ചിരിക്കാൻ പറ്റണേ? എന്നെ കാണുമ്പോൾ എപ്പോഴും ചിരിയാ. നിങ്ങൾ ഇവിടെ സ്റ്റേജിൽ നിന്നപ്പോഴും ഞാനിങ്ങനെ അങ്ങനെ എപ്പോഴും ഇരിക്കുള്ളൂ, എത്ര സങ്കടം വന്നാലും. കാരണം എന്നറിയോ, എൻ്റെ മനസ്സിലിങ്ങനെ പതിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്, ദൈവം ഉണ്ട് കൂട്ടിന്. ദാറ്റ്സ് ഇനഫ് ഫോർ മീ. വേറെ ഒന്നും വേണ്ട. ഇവിടെ ഇരിക്കുന്ന ഓരോ യുവാക്കളോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ഒരു കാര്യം കൂടി ചേർത്ത് വെച്ചോട്ടെ. ഒത്തിരിയേറെ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള പിള്ളേരെ നിങ്ങളെല്ലാവരും അല്ലേ? ഒരു ദിവസം 4 മണിക്കൂറിൽ കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെന്ന് കൈവക്കേ. ആ
അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞു വെച്ചാൽ അഡിക്ഷനാണ്. ക്യാമറയിൽ നിന്ന് മാറിക്കച്ചാ, എൻ്റെ മുഖം പോയി. ഓക്കെ ഓക്കെ. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ അഡിക്ഷനാണ് നമുക്ക് എല്ലാവർക്കും, അഡിക്ഷനാണ്. ഈ അഡിക്ഷനുള്ള സമയത്ത് എനിക്ക് നിങ്ങളോട് പറയുന്നത് അറിയോ, നിങ്ങളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കയറി 2 റീൽസ് കാണും. എടാ റീൽസ് സാമിയേ സാമിയേ, ഈ സാമി കണ്ടാൽ നിങ്ങൾക്ക് എന്നെപ്പോൾ പ്രയോജനം? നിങ്ങൾ ഉത്തരം പറ. ഇപ്പം സാധനമുണ്ട്, ബുള്ളറ്റ് വണ്ടിക്ക് ഈ സാധനം കണ്ട് നിങ്ങൾക്ക് എന്നാ പ്രയോജനം? ഇപ്പൊ വേറൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഇവന്റെ ഏതൊരു സാധനം, ഞാൻ വിട്ടും പോയ പാട്ട്, ചാക്കോച്ചന്റെ. ഈ സാധനം കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ വെച്ചോ? പറ. വേറൊരു വില്ലാളി വീരൻ ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു 2-3 ആഴ്ച കൊണ്ട് ഹിറ്റായവൻ. അവർ ബസ്സിൽ നിന്നൊക്കെ ചാടി ഇറങ്ങി പൊട്ടൻ നിർത്ത. അതിന്റെ പേരെന്നെ? സമ്മതിക്കണം കേട്ടോ. മുതലേ ഞാൻ കുറ്റപ്പെടുന്നല്ല, സമ്മതിക്കണം. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ മെച്ചം? എനിക്കറിയാൻ പാടില്ല. എന്നാ മെച്ചം? പറ. മെച്ചമുണ്ടോ? സ്വാമിയെ കണ്ട എന്തെങ്കിലും മെച്ചമുണ്ടോ? പറ പറ. ഉണ്ടോ? നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ ഇതെന്നെ കണ്ടോണ്ടിരിക്കുക, ശരിയല്ലേ? എന്താ മെച്ചം? രാവിലെ തൊട്ട് രാത്രി വരെ പബ്ജി കളിക്കണു, എന്താ മെച്ചം? എന്നിട്ട് പബ്ജി നിർത്തിയായിരുന്നല്ലേ? വേറെ കളി എനിക്ക് അറിയാൻ ചേട്ടാ, നീ വേറെ കളി പറഞ്ഞേ. ഇനിയുണ്ടോ? ഓക്കെ, ഇത് കളിച്ചിട്ട് എന്താ മെച്ചം? സോഷ്യൽ മീഡിയ നിങ്ങളെ ശരിക്കും മണ്ടന്മാരാക്ക. സത്യം. എൻ്റെ മക്കളെ, ഈ നീല വെളിച്ചം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ വേറെ ഒന്നിനെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കില്ല. അതുകൊണ്ട് അതൊന്ന് ഒഴിവാക്കാൻ നോക്കുക പരമാവധി. ഉപയോഗിക്കേണ്ടെന്നല്ല, ഉപയോഗിക്കണം. ഇൻസ്റ്റഗ്രാമിൽ എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ടോ? ഉണ്ടാവണം. റീൽസ് കാണണം. ഫേസ്ബുക്ക് ഉണ്ടോ? ഉണ്ടാവണം. റേഷൻ കടയിലെങ്കിലും ഇല്ലേ? ഉണ്ടായാൽ മതി. അതിലൊക്കെ വേണം. ഈ കാലത്തിന്റെ ചിന്താഗതികൾ പഠിക്കണം, പക്ഷേ ഉപയോഗിക്കേണ്ട വിധം അറിഞ്ഞിരിക്കണം. ഇനി ഒരു ചെറുക്കനെയും പെണ്ണിനെയും സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയുന്ന കാര്യം എന്നറിയോ, നിങ്ങളെ മറന്നിട്ട് ഒരു കാര്യത്തിനും പോകരുത്. ഇറ്റ്സ് എ വാണിംഗ്. നിങ്ങളെ മറന്നിട്ട് ഒരു കാര്യത്തിനും പോകരുത്. അതൊരു പെണ്ണാണെങ്കിലും ആണാണെങ്കിലും നിങ്ങളെ മറന്നു പോകരുത്. നിങ്ങളെ സ്നേഹിച്ചിട്ടേ പോവാവൂ. ഓക്കെ? ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പൊ നിർത്തും. എൻ്റെ പേരാ ഇല്ല. ആത്മാർത്ഥ പറയുകയാണെങ്കിൽ ഇല്ല. ഞാൻ നുണ പറയാറില്ല. ഇല്ല. ലിൻഡോ, നീ ഈ ക്ലാസ് മുഴുവൻ കേട്ടിട്ട് ഈ ലിൻഡുവിൻ്റെ ചിന്ത വെച്ചുകൊണ്ടാണോ നീ ഇരുന്നേ? ഞാൻ എന്തോരം ഈശോയുടെ കാര്യം ഇവിടെ പറഞ്ഞു, പക്ഷെ ലിൻഡുവിൻ്റെ കാര്യം മാത്രമുള്ള കർത്താവ് ഈ പന്നിക്കൂട്ടൻ ചിന്തിച്ചോളൂ. ഞാനിവിടെ ഈശോനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു, ആ മാതാവിൻ്റെ രൂപത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു. അവൻ ഇപ്പോഴും ലിൻഡുവിനെ പിടിച്ചോണ്ടിരിക്കുക. പക്ഷേ മാറിയിരിക്കേ. ലിൻഡു കല്യാണം കഴിഞ്ഞ് 2 കൊച്ചായടാ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ? ഇത് ഞാൻ കള്ളനും പോലീസും കളിച്ചതാ. അപ്പം ഞങ്ങളുടെ സ്റ്റേജിൽ നിന്ന് ഭക്ഷണശാലയുണ്ട്. അപ്പം കള്ളനും പോലീസ് കളിച്ച സമയത്ത് ഞാൻ സ്റ്റേജിൽ നിന്ന് പൊങ്ങി ചാടിയതാ. പണ്ട് ഭക്ഷണശാല എന്ന് പറയുന്നത് ഈ ഉത്തരപ്പലക എന്ന് പറഞ്ഞ പലകയുണ്ട്, നല്ല കട്ടിയുള്ള പലക, തേക്കിൻ്റെ പലകയായിരിക്കും. ആ പലകയെ പോയിട്ട് തലയിടിച്ചതാ. തലയിടിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഈ തലയുടെ ഈ ഭാഗം ഇങ്ങോട്ട് പൊളിഞ്ഞു മാറി. ഇപ്പം ഞാൻ ഡെഡായി. അവിടെ ഡെഡായി എന്നല്ല, ഈ സെല്ലുകളൊക്കെ ഡെഡായി. ഞാനാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുക, കള്ളനും പോലീസും കളിച്ചോണ്ടിരിക്കുക. ഞാൻ പോലീസ്, ഇവൻ കള്ളൻ. ഞാൻ ഇവനെ കള്ളൻ്റെ പിന്നാലെ ഇടുന്നു. അപ്പം എൻ്റെ മോളിക്കോടുന്ന് ഈ കുഴലുകൾ പൊട്ടി ചോര ചീറ്റിക്കൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ ഓട്ടത്തോടെ ഓട്ടം.
ഞാൻ കള്ളനെ പിടിച്ച് അവൻ്റെ തലയിൽ ഇങ്ങനെ സാറ്റടിക്കുന്ന സമയത്ത് ഇവൻ എൻ്റെ തലയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ 2 കൊമ്പ് പോയിക്കൊണ്ടിരിക്കുക. ഇവൻ ആ ചോര കണ്ടിട്ട് ഇവൻ ബോധം കിട്ടി വീണു. അപ്പം ഞാൻ ചോദിച്ചത് ഇത്രയും പെട്ടെന്ന് ബോധം കിട്ടോ? അപ്പോഴും ഞാൻ എൻ്റെ തലയിൽ കൈവയ്ക്കണം, ദൈവമേ ദേ സാധനം. അപ്പോഴും ഞാൻ തലയിറങ്ങി വീണു. അങ്ങനെ ഉണ്ടായ സംഭവം അത്. ഇനി എന്തെങ്കിലും എന്തും ചോദിക്കാം, അറിയാവുന്നതാണെങ്കിലും പറയുള്ളൂ. ലിൻഡു, ലിൻഡുവിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. ഫോട്ടോ വേണ്ട, വാട്സപ്പ് നമ്പർ മതിയെന്ന്. അവൻ കൊള്ളാം, നമുക്ക് പറ്റുന്ന സാധന. ഞാൻ എൻ്റെ മക്കളെ, നിങ്ങളെന്നല്ല, നിങ്ങൾ ഈ ലോകത്തെ ആരും പേടിക്കരുത്. നിങ്ങൾ നിങ്ങളായിട്ട് ജീവിച്ചാൽ. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായി. അവൻ മൂലം നമ്മളെല്ലാവരും ചിരിച്ചു. അവനൊരു അവസരം ഉണ്ടാക്കി തന്നു. ഇത്രേ ഉള്ളൂ. ലൈഫിൽ എവരി മൊമെന്റ് എൻജോയ് ചെയ്യാൻ പഠിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സാധനമുണ്ട്, വരാനുള്ളത് എന്തൊക്കെയാലും വരും, പോകാനുള്ളത് എന്തൊക്കെയാലും പോകും. നീ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. നീ വരാനുള്ളത് വരുന്നതിന് നോക്കി, പോകാനുള്ളത് പോകുന്നതിന് നോക്കി സങ്കടപ്പെട്ട ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. എൻജോയ് എവരി മൊമെന്റ് ഓഫ് യുവർ ലൈഫ്. ഞാൻ അങ്ങനെയാ. ഇവിടെയാണോ ചിരിച്ചോണ്ടിരിക്കും, ഇപ്പൊ ചാവാണി നോ പ്രോബ്ലം. ഞാൻ അങ്ങനെയാ. ഫേസ് എവരി. പിതാവ് പറഞ്ഞ വളരെ സുന്ദരമായൊരു കാര്യം എന്നറിയോ? നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മളെ വളർത്തുള്ളൂ. നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർത്തോളാം, നമ്മൾ കുറച്ചുകൂടി ബോൾഡാവാണ് കേട്ടോ. അതുകൊണ്ട് കരച്ചിലുണ്ടാകുമ്പോൾ ഓർത്തോളാം, അതിൻ്റെ നല്ലതിനാണ്. ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ളത്. എപ്പോഴും ഓർത്തോളാം. എന്തെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ ഇപ്പം നിർത്തണോ? നിർത്തിയേക്കാം. എൻ്റെ പൊന്നെ, ചായയുടെ വിളി. വേറെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ട അച്ഛാ? എന്തോട്ടാ? സ്നാക്സാ? പറയില്ല. സ്നാക്സ് കേട്ടോ. അച്ഛൻ എന്നോട് ചോദിച്ചാൽ പറയണേ എന്തെങ്കിലും കൊടുക്കണ്ട. സ്നാക്സ് അച്ഛൻ എന്തെങ്കിലാവട്ടെ. വേറെ എന്തെങ്കിലും? എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ. നിങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്നു. ഞാൻ ആരെങ്കിലും വിളിച്ചതിന് സങ്കടം എന്തെങ്കിലും തോന്നി, ജോബിനെ എന്നോട് നോ പ്രോബ്ലം കേട്ടോ. അച്ഛൻ തമാശയ്ക്കാണ് എല്ലാവരോടും വിളിക്കുന്നത്. പക്ഷെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരുന്നോളണം. നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേറ്ററും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോത്സാഹനവും നിങ്ങൾ തന്നെയാണ്, വേറെ ആരും വരില്ല. നീ കരഞ്ഞ് നിലവിളിച്ച നിനക്ക് പോയി, വേറെ ആർക്കും പോയിട്ടില്ല. നീ താഴെ കിടന്ന് കരയുമ്പോൾ നിന്നെ കണ്ണീര് തുടയ്ക്കട എഴുന്നേക്കടാ എന്ന് പറയാൻ സ്വന്തം അപ്പനും അമ്മയും പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. നീ തന്നെ എഴുന്നേക്കണം, നീ തന്നെ കണ്ണീര് ഉടയ്ക്കണം, നീ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. പോണൊരു പോട്ടടാ, നീ ജീവിക്ക്, കർത്താവ് ഇല്ലേ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത്രേ ഉള്ളൂ ലൈഫ്. ബെസ്റ്റ് വിഷസ് ഓൾ ഓഫ് യു. നന്ദിയുണ്ടോ? നന്നായിട്ട് പറയണം കേട്ടോ. രസകരമായ അവതരണ ശൈലിയിലൂടെ അർത്ഥവത്തായ കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ച് പ്രിയപ്പെട്ട ജിനു പള്ളിപ്പാട്ടച്ചനുള്ള നന്ദി അറിയിക്കുന്നു.